ആ എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി സബ് ജസ്റ്റിസ് സുഹേബ് സർ, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പാരാലീഗൽ വോളണ്ടിയേഴ്സ്, നമ്മുടെ ഈ വർഷത്തെ പാരാലീഗൽ വോളണ്ടിയേഴ്സ് തിരഞ്ഞെടുത്ത ശേഷം ഇത് രണ്ടാം ഘട്ടത്തിൽ നടക്കുന്ന ഒരു ട്രെയിനിങ് സെഷനാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ചത് ഈ വർഷം പ്രതീക്ഷിച്ചതല്ല. നമുക്ക് പാരാലീഗൽ വോളണ്ടിയേഴ്സിന് ഫീൽഡിലേക്ക് ഒരു ഡ്യൂട്ടി കൊടുക്കാനുള്ള ഒരു അവസരം ഇനിയും കിട്ടിയില്ല. കഴിഞ്ഞ വർഷമാണെങ്കിൽ കുറച്ച് ഫീൽഡ് വർക്ക് നടത്തിയിരുന്നു. ഈ പ്രാവശ്യം അതുമില്ല. ആകെ കുറച്ച് ഹാർബറിൽ പോയിട്ട് ഒരു വർക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ. അത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട്. ഏതായാലും നമ്മള് നിയമത്തിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മൾ തയ്യാറായിട്ടിരിക്കുക. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മൾ പുറത്തു വരുന്ന നേരಕ್ಕೆ നമുക്ക് കൂടുതൽ ഫീൽഡിലിറങ്ങി പ്രവർത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, ഇന്ന് ഇവിടെ ഈ ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാ പാരാലീഗൽ വോളണ്ടിയേഴ്സിന് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രീ സുഹേബ് സാറിന് ട്രെയിനിങ് സെഷനായിട്ട് ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ട DLSA സെക്ഷൻ ഓഫീസർ ദിനേശ, പ്രിയപ്പെട്ട പാരാലീഗൽ വോളണ്ടിയേഴ്സ്, നമ്മുടെ ഈ വർഷത്തെ പാരാലീഗൽ വോളണ്ടിയർമാർക്കുള്ള ട്രെയിനിങ് സെഷന്റെ രണ്ടാം ഭാഗമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സൂചിപ്പിച്ചതാണ്, ട്രെയിനിങ് ടു പാരാലീഗൽ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം നിർബന്ധപരമായ ഒരു ട്രെയിനിങ് ആണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാരാലീഗൽ വോളണ്ടിയേഴ്സിനെ വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില നിയമങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. കാരണം ചില കാര്യങ്ങളൊക്കെ നിർബന്ധപരമായി പാരാലീഗൽ വോളണ്ടിയേഴ്സ് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് അറിയണം എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചു. കാരണം ലോക്കൽ തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ സാധാരണക്കാരായ ആളുകൾ അവർക്ക് വല്ല നിയമപരമായ ആവശ്യങ്ങൾ വരുമ്പോൾ അവർ ആദ്യം സമീപിക്കുക നിങ്ങളെ ആയിരിക്കും, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരെ ആയിരിക്കും. അപ്പോൾ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ തെറ്റാൻ പാടില്ല. തെറ്റായ ഒരു നിയമോപദേശം നിങ്ങൾ അവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഈ ക്ലാസിന്റെ തന്നെ ഒരു ഉദ്ദേശം. നിയമം എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. അത് എത്ര വലിയ നിയമമായാലും നിയമത്തിന്റെ അർത്ഥം നോക്കിയാൽ അതിന്റെ വളരെ ചെറിയ അംശം മാത്രമേ മനസ്സിലാക്കി കാണൂ. അത്രമാത്രം വിശാലമാണ് നിയമ സംഹിതയുടെ വ്യാപ്തി എന്ന് പറയുന്നത്. കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. നൽസ ഡയറക്ഷൻ പ്രകാരം അതിൽ തന്നെ ചില നിയമങ്ങളെ കുറിച്ചുള്ള ലിസ്റ്റ് ഉണ്ട്. അതിൽ തന്നെ ഏതാനും നിയമങ്ങളാണ് നിങ്ങളായി സംവദിക്കുന്നത്. നേരത്തെ പാരാലീഗൽ വോളണ്ടിയേഴ്സ് ആയി വർക്ക് ചെയ്ത് ശീലമുള്ളവർക്കൊക്കെ, അതായത് ഇതിലെ എക്സ്പീരിയൻസ്ഡ് പാരാലീഗൽ വോളണ്ടിയേഴ്സിനൊക്കെ ഫിസിക്കൽ ട്രെയിനിങ് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇതിലാണെങ്കിൽ പുതിയതായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്നത് ഈ വർഷം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ മാത്രമുള്ള ഒരു ട്രെയിനിങ് ആണ്. അപ്പൊ അതുകൊണ്ട് നേരത്തെ ക്ലാസ് കിട്ടിയവരും ക്ലാസ് കിട്ടാത്ത പാരാലീഗൽ വോളണ്ടിയേഴ്സും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ക്ലാസ് കേൾക്കുക. വളരെ ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് മെയിൻ്റനൻസ് എന്ന സബ്ജക്റ്റാണ്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ചെലവ് കൊടുക്കുക എന്ന് പറയും.
അപ്പൊ മെയിൻ്റനൻസ്, അതായത് ജീവനാംശം, അങ്ങനെ ഒരു മലയാള പദമുണ്ട്. അപ്പോൾ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഒരു വ്യക്തിക്ക് ചെലവിന് കിട്ടാൻ അർഹതയുള്ളത്, അത് ആരിൽ നിന്നൊക്കെയാണ് ചെലവിന് കിട്ടുക, ആർക്കൊക്കെയാണ് ചെലവ് കൊടുക്കാൻ ബാധ്യതപ്പെട്ടത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെലവിന് കൊടുത്ത് സംരക്ഷിക്കാൻ ബാധ്യത ഏതെല്ലാം സാഹചര്യത്തിലാണ് ഉള്ളത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആർക്കൊക്കെ ചെലവിന് കൊടുക്കണം, ആരൊക്കെ അവർ സംരക്ഷിക്കണം, ഏതെല്ലാം സാഹചര്യത്തിൽ സംരക്ഷിക്കണം, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാരാലീഗൽ വളണ്ടിയേഴ്സിന് ഈ മെയിൻ്റനൻസായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നല്ല അവബോധം വേണം. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരനായ ആൾക്കാർ ഏറ്റവും കൂടുതൽ ലീഗൽ സർവീസസ് അതോറിറ്റി ഓഫീസിൽ കയറി ഇറങ്ങുന്നത് ജീവനാംശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ്. കാരണം ഭർത്താവ് ചെലവിന് തരുന്നില്ല എന്ന പരാതി, അല്ലെങ്കിൽ അച്ഛൻ ചെലവിന് തരുന്നില്ല എന്ന പരാതി, അല്ലെങ്കിൽ മക്കൾ സംരക്ഷിക്കുന്നില്ല എന്ന പരാതി, ഇതൊക്കെ തന്നെയാണ് ഈ ജീവനാംശവുമായി ബന്ധപ്പെട്ട മേഖല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? ഉണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ആ, ഓക്കെ. അപ്പോൾ ചെലവിന് കിട്ടുന്നില്ല എങ്കിൽ ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഒരു പോംവഴി എന്ന് പറയുന്നത്, ഏത് ഫോറമാണോ ആ തർക്കത്തിന് പരിഹാരം കാണാൻ നിയമത്തിൽ നിഷ്കർഷിക്കുന്നത്, ആ ഫോറത്തെ സമീപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സമീപിച്ച് എനിക്ക് ഇല്ല എന്ന് ഒരു പെൺകുട്ടി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രായമായ സ്ത്രീ പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രായമായ ഒരു പുരുഷൻ പറഞ്ഞാൽ, അവർക്ക് നേരായ വഴി ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഒരു പാരാലീഗൽ വളണ്ടിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള അടിസ്ഥാനപരമായ ധർമ്മം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നിങ്ങളെ അഭിപ്രായം തെറ്റാൻ പാടില്ല. കാരണം ഒരാൾ വന്നിട്ട് ചെലവിന് എഴുതുന്നില്ല, മക്കൾ നോക്കുന്നില്ല, മകൻ നോക്കുന്നില്ല, അതല്ലെങ്കിൽ ഭർത്താവ് സംരക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ അച്ഛൻ നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഉപദേശം അത് തെറ്റാൻ പാടില്ല. കാരണം നിങ്ങളുടെ ഒരു തെറ്റായ ഒരു ഉപദേശപ്രകാരം ചെലവിന് കിട്ടാൻ അർഹതപ്പെട്ട ഒരാൾ ചെലവിന് കിട്ടാനുള്ള അർഹതയുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന തെറ്റായ ഉപദേശപ്രകാരം അത് ലഭിക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരു തരത്തിലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് ഈ ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് സെലക്ട് ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ നിയമം നിഷ്കർഷിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരാൾക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് എവിടെ പറയുന്നു, എവിടെയാണ് അതിന്റെ സോഴ്സ് ഉള്ളത് എന്നും കൂടി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഒരു നിയമോപദേശം കൊടുക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ ഒരു മനസ്സിലെ ഒരു ഗസ് വർക്ക് കൊണ്ടോ, അല്ലെങ്കിൽ ഊഹം വെച്ചിട്ടോ, അല്ലെങ്കിൽ ആ ഒരു തെറ്റായ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലോ നിങ്ങളൊരു ഉപദേശം. അപ്പൊ ശ്രദ്ധിക്കുക, അടിസ്ഥാനപരമായി ഈ മെയിൻ്റനൻസിനെ കുറിച്ച്, ജീവനാംശത്തെ കുറിച്ച് ക്രിമിനൽ നടപടിക്രമം, അതായത് CRPC എന്ന് ചുരുക്കി പറയും, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയും, പറയാവുന്ന CRPC എന്ന് പൊതുവെ ചുരുക്കി പറയുന്ന നിയമത്തിലാണ് ഇതിനെക്കുറിച്ച് ഒരു സ്ഥലത്ത് പ്രതിപാദിക്കുന്നത്. പല സ്ഥലത്തും പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് ഇത് 25 എന്ന് പറയുന്നത്, 125-ാം വകുപ്പ്. അത് നിങ്ങളൊക്കെ നേരത്തെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ. അപ്പൊ CRPC 125-ൽ എന്താണ് പറയുന്നത്?
CRPC 125 പറയുന്നത് ചില വിഭാഗം ആൾക്കാർക്ക് ചെലവിന് കിട്ടാൻ അർഹതയുണ്ട്. അത് ആരിൽ നിന്നാണ് എന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഏതെല്ലാം വിഭാഗത്തിലാണ് പറയുന്നത്? ഒന്ന്, ഭാര്യ, അത് വൈഫ്സ്, ഭാര്യമാർ എന്ന് പറയുന്നേക്കും. ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ 4 പേരെ കല്യാണം കഴിക്കാം. അപ്പൊ എല്ലാ ഭാര്യമാർക്കും അതിന് അവകാശം. അപ്പം എൻഡൈറ്റിൽഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 ഭാര്യ, 2 കുട്ടികൾ, 3 രക്ഷിതാക്കൾ. 3 വിഭാഗം. ശ്രദ്ധിക്കുക, ആരൊക്കെയാണ്? 1 ഭാര്യ, 2 കുട്ടികൾ, 3 പാരന്റ്സ്, രക്ഷിതാക്കൾ. 3 വിഭാഗത്തിനാണ് ഈ CRPC 125 പ്രകാരം ചെലവിന് കിട്ടാൻ അർഹതയുള്ള വിഭാഗം. ഇനി അതല്ലാത്ത മറ്റ് വിഭാഗക്കാരെ മറ്റ് നിയമത്തിൽ പറയുന്നുണ്ട്. അത് ഞാൻ ആ സമയത്ത് നിങ്ങളെ പരിചയപ്പെടുത്താം. ഇപ്പോൾ ഇത് മനസ്സിലാക്കുക. CRPC 125 പ്രതിപാദിക്കുന്ന 3 വിഭാഗമാണ്: ഭാര്യ, കുട്ടികൾ, പാരന്റ്സ്, രക്ഷിതാക്കൾ. പിന്നെ ഇവർക്ക് എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് ഇത് ചെലവിന് കിട്ടുക എന്നും കൂടി അതിൽ പറയുന്നുണ്ട്. ഒന്ന്, ഒരു മിനിറ്റ് ഓട്ടെ. അപ്പോൾ ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാം സർ. അപ്പൊ ഓക്കെ, അപ്പൊ തുറന്നു പറയാം. അപ്പോൾ ഓരോരോ വിഭാഗത്തിനും ഏതെല്ലാം സാഹചര്യത്തിൽ ചെലവിന് കിട്ടാം എന്ന് നോക്കാം. ഒന്ന്, ആദ്യത്തെ വിഭാഗം ഭാര്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാര്യമാർ എന്ന് പറയുന്നത്. ഒന്ന്, അണേബിൾ ടു മെയിൻറ്റെയിൻ ഹെർസെൽഫ്. അതായത് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സ്വയം അവരെ സംരക്ഷിക്കാൻ ശേഷി ഇല്ലാതിരിക്കുക. ശേഷി എന്ന് പറയുന്നത് സാമ്പത്തിക ശേഷി ഇല്ലാതിരിക്കുക. അപ്പോൾ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യയുടെ സ്വന്തം ചെലവ് വഹിക്കാൻ അവരുടെ തന്നെ വരുമാനം കൊണ്ട് പര്യാപ്തമാവുന്നില്ല എങ്കിൽ ഭാര്യയ്ക്ക് ചെലവിന് കിട്ടാൻ അർഹതയുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യയ്ക്ക് ചെലവ് കിട്ടാനുള്ള അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് അവർക്ക് സ്വയം സംരക്ഷിക്കാൻ സാമ്പത്തികപരമായ കഴിവില്ലാതിരിക്കുക എന്ന് പറയുന്നത്. അതായത് ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ജോലിയിൽ നിന്നുള്ള വരുമാനമുണ്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ബിസിനസ് ഉണ്ട്, ബിസിനസ്സിലെ വരുമാനമുണ്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൃഷിയുണ്ട്, കാർഷിക വൃത്തിയിൽ നിന്നുള്ള വരുമാനമുണ്ട്, ഭാര്യയ്ക്ക് ചെലവിന് കിട്ടാൻ അർഹതയുണ്ട്. പിന്നെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി, അതായത് ഭൂസ്വത്തുക്കൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ചെലവിന് കിട്ടാൻ അർഹത നഷ്ടപ്പെടുന്നില്ല. കാരണം ഒരാൾക്കൊരു ഭൂസ്വത്തുക്കൾ ഉണ്ട് എന്നതുകൊണ്ട് ആ ഭൂസ്വത്തിൽ നിന്ന് വരുമാനം ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ ഒരു 10 ഏക്കർ വസ്തു ഉണ്ടാവും, കൃഷിസ്ഥലമായിരിക്കും, കൃഷി നടത്തുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ വരുമാനമില്ലാത്ത സ്ഥലമാണെങ്കിൽ. ഇപ്പൊ ഭൂസ്വത്തുക്കൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ചെലവിന് കിട്ടാൻ അർഹത നഷ്ടപ്പെടുന്നില്ല. അതും കൂടി ശ്രദ്ധിക്കുക. അവർക്ക് എത്രയോ സ്ഥലമുണ്ടായിക്കോട്ടെ, എത്രയോ വസ്തുക്കൾ ഉണ്ടായിക്കോട്ടെ, അതിൽ നിന്ന് വരുമാനമുണ്ടോ എന്നുള്ളതാണ് അതിലെ പ്രധാന ഘടകം. പിന്നെ രണ്ടാമത്തത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ മൈനർമാരായിരിക്കണം. അവർ മൈനർമാരായിരിക്കണം. പിന്നെ അവർക്കും ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, അൺഏബിൾ ടു മെയിൻറ്റെയിൻ ഇറ്റ് സെൽഫ്. അവർക്ക് സ്വന്തമായ വരുമാനം സാധാരണഗതിയിൽ ഉണ്ടാവില്ല. 2, പിന്നെയോ ലെജിറ്റിമേറ്റ് ആയാലും അല്ലെങ്കിലും, ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ അവർ നിയമസാധുതയുള്ള വിവാഹത്തിൽ ജനിച്ച കുട്ടികളാണെങ്കിലും അല്ലെങ്കിലും കുട്ടികൾക്ക് ചെലവിന് കിട്ടാൻ അർഹത. അപ്പോ ഇല്ലിജിറ്റിമേറ്റ് ചൈൽഡിന്, അതായത് നിയമപരമായ വിവാഹ ബന്ധത്തിൽ ജനിക്കാത്ത, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവിഹിത ബന്ധത്തിൽ ജനിച്ച ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബയോളജിക്കൽ ഫാദറിനെതിരെ, ആ കുട്ടിയുടെ യഥാർത്ഥ പിതാവിനെതിരെ ചെലവിന് കൊടുക്കാൻ കോടതിയെ സമീപിക്കാം. പിന്നെ മൂന്നാമത്തെ, ഈ
പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട, കുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവർ മാരീഡ് ഓർ നോട്ട് എന്ന് പറയുന്നത്, അത് കല്യാണം കഴിച്ചാലും ശരി കല്യാണം കഴിച്ചിട്ടില്ലേ ഒരു ചെലവിന് കൊടുക്കാൻ ബാധ്യതയുണ്ട്. അതിലൊരു പ്രൊവൈസോ പറയുന്നത്, അതായത് ഒരു മൈനറായ പെൺകുട്ടി, ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ ആ കുട്ടിയെ സംരക്ഷിക്കാനുള്ള പ്രാപ്തിയില്ലെങ്കിൽ അച്ഛൻ ചെലവിന് കൊടുക്കണം. ആ വ്യത്യാസം മനസ്സിലായല്ലോ. അതായത് മൈനർമാരായ കുട്ടികൾക്കാണ് ചെലവിന് കൊടുക്കാൻ ബാധ്യതയുള്ളത്. ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം മൈനർമാരായ എല്ലാ കുട്ടികൾക്കും ചെലവിന് കൊടുക്കാൻ ബാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മൈനറായ കുട്ടിയെ, 16 വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു. കാരണം 16 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിപ്പിക്കുക നിയമപരമായി തെറ്റാണെങ്കിൽ കൂടി അങ്ങനെ ഒരു കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഭർത്താവിന് ആ കുട്ടിയെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് മെജോറിറ്റി എത്തുന്നവരെ, ആ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നവരെ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് പൂർത്തിയാകുന്നവരേക്കും ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത ആ കുട്ടിയുടെ അച്ഛനുണ്ട്. അതും കൂടി മനസ്സിലാക്കുക. പിന്നെ വേറൊന്ന് ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞതിൽ തന്നെ ഞാൻ ഒന്ന് മാറ്റി പറയാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൈനർമാരായ കുട്ടികൾക്കാണ് ചെലവിന് കിട്ടാൻ അർഹതയുള്ളത് എന്ന് പറഞ്ഞതിൽ ചെറിയൊരു ഡീവിയേഷൻ വരുന്നത്, ഒരു മാറ്റം വരുന്നത്, അവരുടെ മെന്റലായ, അതായത് മാനസികപരമായ അല്ലെങ്കിൽ അവരുടെ ശാരീരികപരമായ ബുദ്ധിമുട്ട് ഏതെങ്കിലും കുട്ടികൾക്ക്, അതായത് ശാരീരികപരമായോ മാനസികപരമായോ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഏതെങ്കിലും ഒരു കുട്ടിക്ക് അവരെ സ്വയം സംരക്ഷിക്കാൻ ഉള്ള പ്രാപ്തി ഇല്ലെങ്കിൽ, ശ്രദ്ധിക്കുക, പ്രാപ്തി ഇല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ അച്ഛനുണ്ട്. അവർ മൈനർ ആയാലും ശരി മൈനർ അല്ലെങ്കിലും ശരി. ശ്രദ്ധിക്കുക. അതായത് ബുദ്ധി വൈകല്യമുള്ള ഒരു കുട്ടിയുണ്ട് എന്ന് വിചാരിച്ചോളൂ. ആ കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായാൽ കൂടി ആ കുട്ടിയുടെ ആജീവനാന്തം സംരക്ഷിക്കേണ്ട ബാധ്യത ആ കുട്ടിയുടെ പിതാവിനുണ്ട്. പിന്നെ അതുപോലെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 18 വയസ്സ് പൂർത്തിയായാലും ഇത്തരത്തിലുള്ള കുട്ടിക്ക്, അതായത് ശാരീരികപരമായോ മാനസികപരമായോ വല്ല അവശതയോ ബുദ്ധിമുട്ടോ ഉള്ള കുട്ടിക്ക് അവരെ സംരക്ഷിക്കാനുള്ള, അതായത് അച്ഛന് സംരക്ഷിക്കാനുള്ള ബാധ്യത അവരുടെ പിതാവിനുണ്ട്. അത് ഏതുവരെ? ആ കുട്ടിയെ കല്യാണം കഴിപ്പിക്കുന്നത് വരെ. അപ്പൊ ശ്രദ്ധിക്കുക, അതായത് ഒരു ശാരീരിക അവശതയുള്ള മാനസികപരമായ വൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിയെ 18 വയസ്സ് പൂർത്തിയായാൽ കൂടി ആ കുട്ടിയെ വേറെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് വരേക്കും ചെലവിന് കൊടുത്ത് സംരക്ഷിക്കാനുള്ള ബാധ്യത ആ കുട്ടിയുടെ പിതാവിനുണ്ട്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫാദർ, അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അതായത് പാരന്റ്സ് എന്ന് പറയും. ഈ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം പാരന്റ്സിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത മെജോറിറ്റി എത്തിയ എല്ലാ കുട്ടികൾക്കും ഉണ്ട്. പക്ഷെ അവിടെയും ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഈ അച്ഛനായാലും അമ്മക്കായാലും അവർക്ക് അവരെ സ്വയം സംരക്ഷിക്കാനുള്ള സാമ്പത്തികപരമായ ശേഷി ഇല്ലാതിരിക്കണം. അതായത് സ്വന്തം വരുമാന മാർഗങ്ങളില്ലാത്ത അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കാനുള്ള ബാധ്യത മെജോറിറ്റി എത്തിയ, പ്രായപൂർത്തി എത്തിയ എല്ലാ ആളുകൾക്കുമുണ്ട്. അപ്പോൾ അതായത് അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കണം. അപ്പൊ സംരക്ഷിക്കാതിരിക്കുമ്പോൾ, അതായത് സംരക്ഷണ ചെലവ് കൊടുക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയോ സംരക്ഷിക്കാതിരിക്കുമ്പോൾ ആ മക്കൾക്കെതിരെ നീതിന്യായ കോടതിയെ സമീപിച്ച് ചെലവിനുള്ള ഉത്തരവ് വാങ്ങാൻ എല്ലാ അച്ഛനന്മാർക്കും അധികാരമുണ്ട്, അവകാശമുണ്ട്. ഇത്ര ശ്രദ്ധിക്കുക. പിന്നെ ഇത് എവിടെ കൊടുക്കണം കേസ്? കുടുംബ കോടതിയെ സമീപിക്കണം. അതായത് CRPC 125 പ്രകാരമുള്ള നിവൃത്തിക്ക് വേണ്ടി കുടുംബ കോടതിയാണ് സമീപിക്കേണ്ടത്. ഇനി നിങ്ങൾ പാരാലീഗൽ വളണ്ടിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ആരെങ്കിലും സമീപിച്ചാൽ പലതവണ പറയുന്നതാണ്, അവർക്ക് വേണ്ടുന്ന ഉപദേശം കൊടുക്കുക, അവരോട് പറയുക, നിങ്ങൾക്ക് ഈ പറയപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചെലവിന് കിട്ടാൻ അർഹതയുണ്ടെന്ന് പറയുക. അവർക്ക്, അതായത് പൊതുവെ സ്ത്രീകളാവുമ്പോൾ ആണല്ലോ വരുന്നത്, മൈനർമാരാണെങ്കിൽ അവർക്കൊക്കെ സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ട്. അപ്പോൾ അവരെ നിങ്ങൾക്ക് ലീഗൽ സർവീസസ് അതോറിറ്റിയായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കാൻ വേണ്ടി ഒരു അഭിഭാഷകനെ വെച്ചു കൊടുക്കാനുള്ള നടപടി ഇവിടെ നിന്ന് എടുക്കും. അതായത് ലീഗൽ സർവീസസ് അതോറിറ്റി നടക്കും. പിന്നെ
ഈ ചെലവിന് കൊടുക്കാനുള്ള ബാധ്യതയുള്ള പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോൾ പുരുഷന്മാർ ഏത് സാഹചര്യത്തിൽ കൊടുക്കണം? ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞു, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്താവണം? അദ്ദേഹത്തിന് അതിനുള്ള മീൻസ് ഉണ്ടാവണം, സഫിഷ്യന്റ് മീൻസ് ഉണ്ടാവണം. അതായത് സംരക്ഷിക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നിട്ടും കൂടി അദ്ദേഹം സംരക്ഷിക്കാതിരിക്കണം. അപ്പോൾ ഉദാഹരണം പറയാം, ഒരു വികലാംഗനായ ഒരു വ്യക്തി, അതായത് പൂർണ്ണമായി വികലാംഗൻ, അദ്ദേഹത്തിന് ഒരു ജോലിയും ചെയ്യാനുള്ള ഒരു കൽപ്പില്ല, ശാരീരികപരമായി വളരെ അവശത അനുഭവിക്കുന്ന ഒരാൾ, ഒരു തൊഴിലും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിനാണെങ്കിൽ യാതൊരു വരുമാനവും, യാതൊരു ഭൂസ്വത്തുക്കളും ഇല്ല. അദ്ദേഹത്തിനെ കൊണ്ട് ഒരു രൂപ പോലും അധ്വാനിച്ചുണ്ടാക്കാനുള്ള ശേഷിയില്ല, സാമ്പത്തിക ശേഷിയില്ല. അതുപോലുള്ള ഒരു മാനസികപരമായ ചുറ്റുപാടും അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്താൽ കേസ് നിൽക്കില്ല. കാരണം നിയമം പറയുന്നത് എ പേഴ്സൺ ഹാവിങ് സഫിഷ്യന്റ് മീൻസ് നെഗ്ലക്ട് ഓർ റെഫ്യൂസസ് ടു മെയിൻറ്റെയിൻ എന്നാണ് പറയുന്നത്. അതായത് സംരക്ഷിക്കാനുള്ള ചുറ്റുപാടുണ്ടായിട്ടും കൂടി അതിനുള്ള ശേഷി ഉണ്ടായിട്ടും കൂടി സംരക്ഷിക്കാതിരിക്കുമ്പോഴാണ് കോടതിയിൽ അവർക്കെതിരെ കേസ് കൊടുത്താൽ കേസ് നിലനിൽക്കുക. അപ്പൊ അതും കൂടി നോക്കുക. പിന്നെ ഈ ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഭാര്യ എന്ന് പറയുന്ന ഡെഫിനേഷൻ അതിന്റെ നിർവചനത്തിൽ ഡൈവോഴ്സിയായ, വിവാഹമോചനം ചെയ്യപ്പെട്ട ഭാര്യമാരും പെടും. അതായത് ഒരാളെ വിവാഹമോചനം ചെയ്തു എന്നതുകൊണ്ട് ആ ഭർത്താവിന് ചെലവിന് കൊടുക്കാനുള്ള ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ വിവാഹമോചനം ചെയ്യുക എന്ന് പറയുന്നത് വിവാഹമോചനം നേടിയ സ്ത്രീ ആയാലും വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ ആയാലും ചെലവിന് അർഹതയുണ്ട്. ആ രണ്ട് വ്യത്യാസം നോക്കുക. അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ വേണ്ട, അപ്പോൾ അവർ നീതിന്യായ കോടതിയെ സമീപിച്ച് ഒരു ഡൈവോഴ്സ് വാങ്ങി. ആ സ്ത്രീ പറയുന്നത് എനിക്ക് ഭർത്താവിന് വേണ്ട, ഇന്ന് അതായത് ആ നിയമം അനുശാസിക്കുന്ന ഗവൺമെന്റ് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് കോടതി അവർക്ക് ഡൈവോഴ്സ് കൊടുത്തു. അപ്പോൾ ഡൈവോഴ്സ് അതായത് കോടതി ബന്ധം വേർപെടുത്തി. അല്ലെങ്കിൽ ഒരു പുരുഷൻ, ഒരു മുസ്ലിം സ്ത്രീ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പുരുഷൻ കോടതിയെ സമീപിച്ചുകൊണ്ട് ഡൈവോഴ്സ് വാങ്ങി, ഭാര്യയെ വേണ്ട എന്ന് പറഞ്ഞു. കാരണം ഡൈവോഴ്സ് വാങ്ങാനുള്ള നേടിയെടുത്ത ഭാര്യമാരും പെടും. വിവാഹമോചനം കോടതിയെ സമീപിച്ച് നേടിയെടുത്ത സ്ത്രീകളും ഭാര്യമാരും പെടും. ഇവർക്കൊക്കെ ചെലവിന് കൊടുക്കാൻ ബാധ്യതയുണ്ട്. പിന്നെ എത്രയാണ് ചെലവിനുള്ള ക്വാണ്ടം, അതായത് അതിന്റെ പരിധി? ഇപ്പോൾ പരിധിയില്ല. നേരത്തെ CRPC-യിൽ മുമ്പ് ഒരു മാസം ചെലവിന് കൊടുക്കാനുള്ള തുകയുടെ പരിധി ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് 500 രൂപയായിരുന്നു. ഇപ്പോൾ പരിധിയില്ല. അപ്പോൾ ഈ ഭർത്താവിന്റെ അല്ലെങ്കിൽ അച്ഛന്റെ അല്ലെങ്കിൽ ഈ മക്കളുടെ, അതായത് ഈ കേസ് റെസ്പോണ്ടന്റായി എതിർകക്ഷിയായി കാണിച്ച വ്യക്തികളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചുകൊണ്ട് ഈ ഹർജിക്കാരുടെ അവർക്കൊക്കെ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ വേണ്ടത്, ആവശ്യങ്ങളെയും കൂടി പരിഗണിച്ചുകൊണ്ട് രണ്ടാണ് കോടതി നോക്കുക. അതായത് ഹർജിക്കാർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ, അവർക്ക് വേണ്ടുന്ന ജീവ ചുറ്റുപാടിൽ മാന്യമായി ജീവിക്കാനുള്ള എത്രയൊക്കെ വേണം, ആ കാര്യം നോക്കിയിട്ടും ഇത് കൊടുക്കാനുള്ള എതിർകക്ഷിയുടെ സാമ്പത്തിക ശേഷി നോക്കിയിട്ടുമാണ് ഇതിന്റെ ക്വാണ്ടം ഫിക്സ് ചെയ്യുക, ഇതിന്റെ പരിധി ഫിക്സ് ചെയ്യുക. പരിധി കോടതിയുടെ വിവേചന അധികാരമാണ്, അതിന് പരിധിയില്ല എന്നും കൂടി മനസ്സിലാക്കുക. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് പൊതുവെ പാരാലീഗൽ വളണ്ടിയേഴ്സ് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം നിങ്ങളൊക്കെ ഈ ലീഗൽ എയ്ഡ് ക്ലിനിക്കിൽ നിങ്ങളൊക്കെ നിയമിച്ചേക്കാം. അപ്പോൾ ലീഗൽ എയ്ഡ് ക്ലിനിക്കിൽ വരുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവും, ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അപ്പോൾ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പം ഭർത്താവ് ഒരു നിബന്ധന വെക്കും, കാരണം ഈ പ്രശ്നം തീരണമെങ്കിൽ ഇനി മുതൽ അവള് ചെലവ് എന്നോട് ചോദിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് ചെലവിന് ബാധ്യതയില്ല എന്ന് എഴുതി തരണം എന്ന് പറയും. ചിലപ്പോൾ സ്വത്ത് തർക്കമായിരിക്കും, അതായിരിക്കും ചിലപ്പോൾ തീരാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പൊ അവര് തമ്മിൽ വേറെ തർക്കമൊന്നുമില്ല. പക്ഷെ
ഈ ചെലവിന് വേണോ വേണ്ടയോ എന്നുള്ള തർക്കം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എന്നാൽ പോലും ഈ തർക്ക നിവൃത്തിക്ക് വേണ്ടിയിട്ട് ഭർത്താവ് പറയാണ്, ആകെ എനിക്കൊരു കാര്യമുള്ളൂ ചെയ്യാൻ, ഇനി മുതൽ എൻ്റെ അടുത്ത് ചെലവിനൊന്നും വരാൻ പാടില്ല, ഈ പ്രശ്നം ഞാൻ തീർക്കാം, സ്വത്ത് തർക്കം വേണമെങ്കിൽ തീർത്തു തരാം, പക്ഷെ ഇനി മുതൽ എൻ്റെ അടുത്ത് ചെലവിന് ചോദിക്കാൻ വേണ്ടി പാടില്ല, വേണ്ട എന്ന് എഴുതി തരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക, അത്തരം എഗ്രിമെന്റിന് നിയമപരമായ സാധുതയില്ല. CRPC പറയുന്നില്ല, അത് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികളുണ്ട്. അതായത് ചെലവിനെ കിട്ടാനുള്ള ആ ചെലവ്, അതായത് പിന്നെ മെയിൻ്റനൻസ് കിട്ടാനുള്ള അവരുടെ അവകാശത്തെ വെയ്വ് ചെയ്യാൻ വേണ്ടി, സറണ്ടർ ചെയ്യാൻ വേണ്ടി അധികാരമില്ല, അത് പബ്ലിക് പോളിസിക്ക് എതിരാണ് എന്നുള്ളതാണ് കോടതി വിധി. അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെന്റ് എഴുതിയാൽ പോലും ആ എഗ്രിമെന്റിനെ അവഗണിച്ചുകൊണ്ട് അവർക്ക് പിന്നീട് കോടതിയിൽ ചെലവിന് കേസ് കൊടുക്കാം. അതും കൂടി മനസ്സിലാക്കാം. അതായത് ചെലവ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ എഗ്രിമെന്റിൽ, ഭർത്താവുമായി എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിക്ക് ചെലവിന് വേണ്ട എന്ന് പറഞ്ഞു അമ്മ അതിന്റെ പിന്നെ ആ കുട്ടിയുടെ അച്ഛനുമായി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും നിയമപരമായി സാധുതയില്ല. ആ എഗ്രിമെന്റിനെ അവഗണിച്ചുകൊണ്ട് അവർക്ക് കോടതിയിൽ പോയി ഹർജി കൊടുത്തു കഴിഞ്ഞാൽ നിവൃത്തി കിട്ടും. നിങ്ങൾ ആ മറിച്ചുള്ള ഉപദേശം കൊടുത്ത് നിങ്ങളായിരിക്കും പിന്നെ നിങ്ങളെ ചിലപ്പോൾ കുറ്റപ്പെടുന്ന അവസ്ഥ വരും. കാരണം ഈ അച്ഛൻ വന്നിട്ട് അല്ലെങ്കിൽ ഈ ഭർത്താവ് വന്നിട്ട് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും, നിങ്ങളെല്ലാം എഗ്രിമെന്റ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുത്തത് ലീഗൽ എയ്ഡ് ക്ലിനിക്കിൽ നിന്ന് നിങ്ങളല്ലേ നമ്മൾക്ക് ഇങ്ങനെ സഹായം ചെയ്തു തന്നത്, ഇപ്പൊ എന്താ കേസ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ചെലവിനുള്ള സംഖ്യ വൈവ് ചെയ്തുകൊണ്ടുള്ള ഒരു എഗ്രിമെന്റും നിലനിൽക്കില്ല. അത് കോടതിയിൽ ചാലഞ്ച് ചെയ്ത് ചെലവിനുള്ള കേസ് കൊടുത്താൽ ആ കേസ് നിലനിൽക്കും. അതും കൂടി മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം, അതിന്റെ ഉപവകുപ്പുകളെ കുറിച്ച് പറയുന്നതാണ്. ചില സമയത്ത് ഭാര്യയും ഭർത്താവും രണ്ടും ഹിന്ദുക്കളാണെന്ന് വിചാരിച്ചോളൂ. അതിൽ ഒരു കക്ഷി ആ മതം ഉപേക്ഷിച്ചു പോയി. അതായത് രണ്ട് ഹിന്ദു, ഭാര്യയും ഭർത്താവും ഹിന്ദുക്കളാണ്. അപ്പം ഭാര്യ അതല്ലെങ്കിൽ രണ്ട് മുസ്ലിങ്ങളായ ആ മതം ഉപേക്ഷിച്ച് വേറൊരു മതം എംബ്രേസ് ചെയ്തു, അപ്പോഴും ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത പോകുന്നില്ല, ബാധ്യത നിലനിൽക്കും. പിന്നെ നിങ്ങൾ ചോദിക്കും, പിന്നെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് റെമഡി എന്ന് പറയുന്നത്? അവർക്ക് ഡൈവോഴ്സ്, ആ ഗ്രൗണ്ടിന്റെ മേലെ പിന്നെ ഡൈവോഴ്സ് നേടാൻ വേണ്ടി കോടതിയെ സമീപിക്കാം. അപ്പോഴും ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത ഒഴിഞ്ഞു പോകുന്നില്ല. അതും കൂടി ശ്രദ്ധിക്കാം. അത് ബിജു തോമസ് വേഴ്സസ് മാരി നിർമ്മൽ എന്ന് പറയുന്ന കേസിൽ അത് ഹൈക്കോടതിയുടെ ഒരു വിധിയാണ്. പിന്നെ ബാർ ഫോർ മെയിൻ്റനൻസ്, അതായത് ചെലവിന് കിട്ടാനുള്ള അർഹത എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു. എന്നാൽ ചില സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് മെയിൻ്റനൻസ് കൊടുക്കാനുള്ള ബാധ്യത ഭർത്താക്കന്മാർക്ക് ഇല്ലാത്ത, അവരെ അതിൽ നിന്ന് വിമുക്തമാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ലിവിങ് ഇൻ അഡൾട്ടറി. ഒരു ഭാര്യ വ്യഭിചാരത്തിലൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, വ്യഭിചാരിണിയായി ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത ഭർത്താവിനില്ല. മനസ്സിലാക്കുക. അതായത് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഭാര്യ വ്യഭിചാര പ്രവൃത്തിയിൽ ജീവിക്കുകയാണ്. അതായത് ലിവിങ് ഇൻ അഡൾട്ടറി എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ലിവിങ് ഇൻ അഡൾട്ടറി, വ്യഭിചാരത്തിലൂടെ ജീവിക്കുക, വ്യഭിചാരം ചെയ്ത് ജീവിക്കുക. അങ്ങനെയുള്ളൊരു സ്ത്രീയാണെങ്കിൽ ഭർത്താവിന് ചെലവിന് കൊടുക്കാനുള്ള ബാധ്യതയില്ല. കോടതിയിൽ ചെലവിന് കൊടുക്കാൻ വേണ്ടി കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ ഇവരുടെ വ്യഭിചാര പ്രവൃത്തിയെ കോടതിയിൽ പിന്നെ പ്രൂവ് ചെയ്താൽ ഭർത്താവിനെ ചെലവിന് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിധിയുണ്ടാവും. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ലിവിങ് ഇൻ അഡൾട്ടറി എന്ന് പറഞ്ഞത് ലിവിങ് ഇൻ അഡൾട്ടറി, അതായത് വ്യഭിചരിച്ചുകൊണ്ട് ജീവിക്കണം. അപ്പോൾ അവിടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ തവണ അവരുടെ പിന്നെ ലൈംഗികപരമായ ഒരു അപജയം സംഭവിച്ചു എന്നതുകൊണ്ട് അവർക്ക് ഭർത്താവിൽ നിന്ന് ഈ ബാധ്യതയിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. അതും കൂടി ശ്രദ്ധിക്കുക. അതായത് വ്യഭിചാരത്തിലൂടെ ജീവിക്കണം അല്ലെങ്കിൽ വ്യഭിചാര പ്രവൃത്തിയിൽ ജീവിക്കണം എന്ന് പറയുന്നതും എപ്പോഴെങ്കിലും അവർക്കൊരു കയ്യബദ്ധം പറ്റി ആരെങ്കിലുമായി ഒന്നോ രണ്ടോ തവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന കാരണം കൊണ്ട് മാത്രം ഈ ബാധ്യതയിൽ നിന്ന് ഭർത്താവിന് ഒഴിയാൻ പറ്റില്ല. കാരണം അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കണം. സ്ഥിരമായി വ്യഭിചാരത്തിലൂടെ ജീവിച്ചു പോകുന്ന അങ്ങനെയുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ഈ ഒരു ബാധ്യത ഭർത്താവിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റൂ.
അതല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് വല്ലപ്പോഴും അവരുടെ ജീവിതത്തിൽ പ്രൈവറ്റ് ലൈഫിൽ എന്തെങ്കിലും ഒരു അപജയം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലുമായി എപ്പോഴെങ്കിലും 1-2 തവണ ഒരു ബന്ധത്തിൽ ഏർപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു പോയാൽ അത് ഭർത്താവ് അറിഞ്ഞാൽ അവർക്ക് ഈ ചെലവിന് കൊടുക്കാനുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു കാരണം കൊണ്ട് അവർക്ക് വേണമെങ്കിൽ വിവാഹമോചനം നേടാനുള്ള നടപടി സ്വീകരിക്കാം എന്ന് മാത്രം. പിന്നെ ഏതെങ്കിലും ഒരു സ്ത്രീ ഭർത്താവ് ഒരു യാതൊരുവിധ കാരണവുമില്ലാതെ ഭർത്താവിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെലവ് നേടിയെടുക്കാൻ അർഹതയില്ല. അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൽ നിന്ന് വേർവിട്ട് മാറി താമസിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം. ഉദാഹരണം, ഭർത്താവിന്റെ ക്രൂരത, എന്നും മദ്യപിച്ച് വന്ന് ഭർത്താവ് അടിക്കുന്നു, അതൊരു കാരണമാണ്. ആ ഭർത്താവിന്റെ കൂടെ താമസിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ശാരീരികപരമായ സുരക്ഷിതത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സുരക്ഷിതത്തിന് വേണ്ടി അവർക്ക് അതൊരു ഭീഷണിയായി മാറുന്നുണ്ടെങ്കിൽ, അതായത് ഭർത്താവിന്റെ ക്രൂരത കൊണ്ട് ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ ഒരു തരത്തിലും പറ്റാത്തൊരു സാഹചര്യം ഒരു ഭാര്യയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് മാറി താമസിക്കാം. അപ്പൊ ഒരു കാരണമുണ്ട്. അതല്ലെങ്കിൽ ഭർത്താവ് വേറെ സ്ത്രീയെ കല്യാണം കഴിക്കാതെ വേറെ സ്ത്രീയെ കൂടെ കൊണ്ട് താമസിപ്പിക്കുന്നു, ആ വീട്ടിൽ തന്നെ താമസിക്കാൻ വേണ്ടി ഭാര്യയെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അതൊരു കാരണമാണ്. അപ്പൊ കാരണമൊന്നും ഇല്ലാതെ ഭാര്യ മാറി താമസിക്കുന്നുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത ഭർത്താവിനില്ല. അത് ശ്രദ്ധിക്കാം. കാരണം ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ കൂടെ കഴിയാനാണ് നിയമം അനുശാസിക്കുന്നത്. ആ ഭാര്യ കൂടെ താമസിക്കാതെ ഒരു കാരണവുമില്ലാതെ മാറി താമസിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം കോടതിയിൽ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഭർത്താവിന് ചെലവിന് കൊടുക്കാൻ ബാധ്യതയില്ല എന്ന് പറഞ്ഞൊരു വിധി വരും. അതും കൂടി ശ്രദ്ധിക്കാം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലിവിങ് സെപ്പറേറ്റ്ലി ബൈ മ്യൂച്വൽ കൺസെന്റ്. അതായത് രണ്ടുപേരും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിച്ചുകൊണ്ട് മാറി താമസിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഭാര്യമാർക്കും ചെലവിന് കിട്ടാൻ അർഹതയില്ല. അതായത് രണ്ടുപേരും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതായത് നമ്മൾക്ക് ഇനി ഒത്തുപോകുന്നില്ല, നമുക്കൊരു കുറച്ച് കാലത്തേക്ക് മാറി താമസിക്കാം എന്നൊരു ധാരണ പുറത്ത് രണ്ടുപേരും തമ്മിൽ വേറിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ, അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കുകയാണ്, മ്യൂച്വലാണ്. അതായത് ഒരാൾ മറ്റാൾ നിർബന്ധിച്ചിട്ടല്ല, രണ്ടു കൂട്ടരും കൂടി യോജിച്ച് അവർ തമ്മിൽ തന്നെ ഒരു ധാരണയാവുകയാണ്, നമ്മൾക്ക് മാറി താമസിക്കാം. ഡൈവോഴ്സ് അല്ല പറയുന്നത് കേട്ടാ, മാറി താമസിക്കുക. അതായത് ഭാര്യ വേറെ താമസിക്കുക, ഭർത്താവ് വേറെ താമസിക്കുക, അതേ സമയത്ത് അവർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം നിലനിൽക്കുകയും ചെയ്യുക. അതായത് ഭാര്യ ഭർത്താവ് എന്ന നിലയിലുള്ള ബന്ധം ഡൈവോഴ്സ് വാങ്ങാതെ ഒരു ധാരണ പുറത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വീടുകളിൽ രണ്ട് സ്ഥലങ്ങളിലായി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മ്യൂച്വൽ കൺസെന്റിൽ മാറി താമസിക്കുന്നുണ്ടെങ്കിൽ അത്തരം സ്ത്രീകൾക്ക് ചെലവിന് കിട്ടാൻ അർഹതയില്ല. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ചിലപ്പോൾ ഞാനത് ഭാര്യ ഭർത്താവ് ബന്ധം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഡൈവോഴ്സ് ബൈ മ്യൂച്വൽ കൺസെന്റ് ഉണ്ട്. അതായത് രണ്ടുപേരും യോജിച്ചുകൊണ്ട് മ്യൂച്വൽ കൺസെന്റ് പ്രകാരം കോടതി പോയി ഡൈവോഴ്സ് വാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ചില കേസിൽ. അത്തരം കേസിൽ ഭാര്യക്ക് ചെലവിന് കിട്ടാൻ അർഹതയുണ്ട് എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിൽ ഒരു നേരത്തെയുള്ള ഒരു 1985 ഒരു വിധിയുണ്ട്. CRPC പറയുന്നില്ല. ആ ഒരു വിധി പറയുന്നത് മ്യൂച്വൽ കൺസെന്റ് പ്രകാരം ഡൈവോഴ്സ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഭാര്യമാർക്ക് ചെലവിന് കിട്ടാൻ അർഹതയുണ്ട് എന്നുള്ളൊരു വിധിയുണ്ട്. എങ്കിൽ കൂടി CRPCന്റെ സ്കീം അനുസരിച്ച് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ രണ്ടുപേരും ബന്ധം നിലനിർത്തിക്കൊണ്ട് മാറി താമസിക്കുന്നുണ്ടെങ്കിൽ ഭാര്യമാർക്ക് ചെലവിന് കിട്ടാൻ അർഹതയില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇനി ഇതാണ് ഈ CRPC അനുശാസിക്കുന്ന ചെലവ് സംബന്ധിച്ച് ാണെങ്കിൽ ചെലവിന് കൊടുക്കേണ്ടത് ഭർത്താക്കന്മാരാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളാണ് പിതാക്കന്മാർ കൊടുക്കണം. പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവരുടെ മക്കൾ കൊടുക്കണം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുത്തു. അപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമുള്ള നടപടി സംബന്ധിച്ച് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് സമീപിച്ചു കഴിഞ്ഞാൽ
അവിടെയും ഈ 125 പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് കോടതിക്ക് ചെലവിന് വിധിക്കാൻ അവകാശമുണ്ട്, പവറുണ്ട്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ ചെലവിന് കൊടുക്കാനുള്ള ഹർജി ബോധിപ്പിക്കേണ്ടത് എവിടെയാണ്? കുടുംബ കോടതിയിലാണ്. അത് നോർമൽ കേസ്. അതേസമയത്ത് ഈ ചെലവിന് കിട്ടാതിരിക്കുന്ന ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഡൊമസ്റ്റിക് വയലൻസിന് വിധേയമായിട്ടുണ്ടെങ്കിൽ അവർക്ക് അതാത് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് നിവൃത്തി വാങ്ങാവുന്നതാണ്. അങ്ങനെയുള്ള നിവൃത്തി ചോദിക്കുമ്പോൾ ആ ഹർജിയിൽ ചെലവിന് കിട്ടുന്നില്ല എന്നുള്ള ആരോപണം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ചെലവിന് കിട്ടാനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട്. അതും കൂടി ശ്രദ്ധിക്കുക. ഡൊമസ്റ്റിക് DV ആക്ട് വന്നതിന് ശേഷം മജിസ്ട്രേറ്റുമാർക്കും കൂടി ഈ പവർ ഉണ്ട്. ഇനി ഇതാണ് CRPC 125 നിങ്ങൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തത് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് എന്ന് പറഞ്ഞിട്ട് 2007 ഒരു നിയമമുണ്ട്. ശ്രദ്ധിക്കാം. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട്, അതായത് പിന്നെ നമ്മുടെ പാരന്റ്സിനെയും രക്ഷിതാക്കളെയും സീനിയർ സിറ്റിസനെയും സംരക്ഷിക്കാനുള്ള നിയമം 2007 നിയമമാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലും ചില വിഭാഗം ആളുകൾക്ക് ട്രിബ്യൂണലിനെ സംബന്ധിച്ച് മെയിൻ്റനൻസ് ട്രിബ്യൂണലിനെ സമീപിച്ച് ചെലവിന് നേടിയെടുക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നോക്കാം, ഏത് സാഹചര്യത്തിലാണ് നോക്കാം. അപ്പോൾ ആ ആക്ടിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുന്നേ അതിലെ കുറച്ച് നിർവചനങ്ങളെ കുറിച്ച്, ഡെഫിനിഷൻസിനെ കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടാവണം. കാരണം നമ്മൾ നിയമത്തിൽ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ, കുട്ടികൾ എന്ന് പറയുമ്പോൾ, ഈ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൺ ആക്ടിൽ ചിൽഡ്രൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മൈനർമാരായ ചിൽഡ്രൻ എന്ന അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്, വേറെ അർത്ഥത്തിലാണ്. പിന്നെ നമ്മൾ സാധാരണ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മളെ സ്വന്തം മക്കളെ നിലക്കാന്ന് കാണുക, അതല്ല. അവിടെ വിശാലമായ ഒരു അർത്ഥത്തിലാണ് പിന്നെ ഈ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൺ ആക്ടിലെ കുട്ടികളെ നിർവചിക്കുന്നത്. ചിൽഡ്രൻ, അത് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ നല്ല അർത്ഥത്തിലല്ല, അതിലെ മക്കൾ എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താം. അത് പ്രകാരം, ആ നിർവചന പ്രകാരം ചിൽഡ്രൻ എന്ന് പറയുന്നത് ഒന്ന് മകൻ, അതായത് ഇൻക്ലൂഡ്സ് മകൻ അല്ലെങ്കിൽ മകൾ, ഡോക്ടർ, അല്ലെങ്കിൽ പേരക്കുട്ടികൾ, അല്ലെങ്കിൽ പേരമകൻ അല്ലെങ്കിൽ പേരമകൾ. അതേസമയത്ത് മൈനർമാർ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് മൈനർമാരല്ലാത്ത മകളോ മകനോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ ആണ് ഇതിലെ ഈ ആക്ടിനെ സംബന്ധിച്ചിടത്തോളം ചിൽഡ്രൻ എന്ന് പറയുന്നത്. കാരണം ഇത് ഞാൻ പറയാൻ കാരണം, ചിൽഡ്രൻ എന്ന് പറയുന്നത് അവിടെ ചെലവിന് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു വിഭാഗത്തെയാണ് ഇതിലെ ചിൽഡ്രൻ എന്ന് പറയുന്നത് ഈ ആക്ടിൽ. അപ്പോൾ ഈ ആക്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അതായത് സീനിയർ സിറ്റിസൻസിനെ അല്ലെങ്കിൽ പാരന്റ്സിനെ, ഈ രണ്ട് വിഭാഗം അതിൽ പെടുന്നുണ്ട്, പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൻസ്, ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും സംരക്ഷിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ അവർക്ക് മെയിൻ്റനൻസ് ട്രിബ്യൂണലിനെ സമീപിച്ച് ചെലവിനുള്ള വിധി നേടിയെടുക്കാനുള്ള പ്രൊസീജിയർ പറയുന്നതാണ് ഈ ആക്ട്. നിങ്ങൾ പാരാലീഗൽ വളണ്ടിയേഴ്സ് ഈ ആക്ടിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മനസ്സിലാക്കി വെക്കുക. നേരത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയിരിക്കാം, എന്നാലും പുതിയ ആൾക്കാർ അത് ഒന്നും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞത് CRPC 125 പ്രകാരം കോടതിയാണ് സമീപിക്കേണ്ടത്. ഒന്നിക്കൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കണം, അതല്ലെങ്കിൽ കുടുംബ കോടതിയെ സമീപിക്കണം. അതേസമയം മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം സമീപിക്കേണ്ടത് ട്രിബ്യൂണലിനെയാണ്. അതായത് മെയിൻ്റനൻസ് ട്രിബ്യൂണൽ എന്ന് പറയും. അത് ജില്ലാ കളക്ടറേറ്റിലാണ് അതിന്റെ ഓഫീസ് ഉള്ളത്, മെയിൻ്റനൻസ് ട്രിബ്യൂണൽ. അപ്പൊ മെയിൻ്റനൻസ് ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടാണ് അവിടെ അതിന്റെ നിവൃത്തി വാങ്ങേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, അതിൽ ചെലവിന് കൊടുക്കാൻ ബാധ്യതപ്പെട്ട രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒന്ന് ചിൽഡ്രൻ, പിന്നെ രണ്ടാമത്തത് റിലേറ്റീവ്സ്. അതായത് ചിൽഡ്രനും റിലേറ്റീവ്സും, ബന്ധുക്കളും, ഇത് രണ്ടുപേർക്കുമാണ് ബാധ്യത. അപ്പോൾ അവിടെയും ചെറിയ കൺഫ്യൂഷൻ വരും. ഞാനിപ്പോ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട വിഭാഗം വന്നാൽ മൈനർമാർ പെടുന്നില്ല, എന്നാലും മകൻ പെട്ടു, മകൾ പെട്ടു, പേരക്കുട്ടികൾ പെട്ടു. അതേസമയത്ത് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ബന്ധുക്കൾക്കും ചെലവിന് കൊടുക്കാൻ ബാധ്യതയുണ്ട് എന്ന് പറയുന്നു. ആർക്ക്? ഏത് ബന്ധു? അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ബന്ധുക്കളില്ലേ, അവർക്കൊക്കെ നമുക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യതയുണ്ടോ? അപ്പൊ അതിന്റെ നിർവചനം നോക്കണം. അപ്പോൾ ഇതിലെ റിലേറ്റീവ് എന്ന് പറയുന്നത്
അതായത് ലീഗൽ ഹെയർ ഓഫ് ചൈൽഡ്ലെസ് സീനിയർ സിറ്റിസൺ who is not a minor and is in a position of or would inherit his property after his death. അതായത് ഏതെങ്കിലും മക്കളില്ലാത്ത സീനിയർ സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കാം, മക്കളില്ലാത്ത ഒരു സീനിയർ സിറ്റിസൺ, അത്തരം സീനിയർ സിറ്റിസണിന് ഒരു വസ്തു ഉണ്ടായിരിക്കുക. ആ വസ്തു അദ്ദേഹം മരണപ്പെട്ടാൽ ആർക്കാണോ കിട്ടാൻ സാധ്യത ഉള്ളത് അവരാണ് ഇതിലെ ബന്ധുക്കൾ എന്ന് പറയുന്നത്, റിലേറ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറഞ്ഞുതരാം. അതായത് രാമൻ എന്ന് പറയുന്ന ഒരു സീനിയർ സിറ്റിസൺ, അദ്ദേഹത്തിന് 60 വയസ്സ് കഴിഞ്ഞു. രാമൻ കല്യാണം കഴിച്ചു, പക്ഷെ രാമന് കുട്ടികളില്ല. അപ്പൊ രാമൻ ഒറ്റയ്ക്ക് കുട്ടികളൊന്നും ഇല്ലാതെ കഴിയുകയാണ്. പക്ഷെ ആ രാമനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വസ്തുക്കളുണ്ട്. അദ്ദേഹത്തിന് 1 ഏക്കർ വസ്തുവുണ്ട്. ആ 1 ഏക്കർ വസ്തു ആ രാമൻ മരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അവകാശിയായി, ഏക അവകാശിയായി അവിടെ ബാക്കിയുള്ളത് ആ രാമന്റെ മരിച്ചു പോയ ഏട്ടന്റെ ഒരു മകനാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ ആക്ട് പ്രകാരം ആ ജ്യേഷ്ഠന്റെ മകനാണ് ഈ രാമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ റിലേറ്റീവ്, ബന്ധു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ടിലെ ബന്ധു, അതായത് റിലേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഡിക്ഷണറി മീനിങ്ങിലുള്ള റിലേറ്റീവ്സ് അല്ല. നമ്മൾ ബന്ധു എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ബന്ധുക്കൾ ഉണ്ടാവും. രക്തബന്ധുക്കൾ ഉണ്ടാവും, രക്തബന്ധു അല്ലാത്ത ബന്ധുക്കൾ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഡിക്ഷണറി മീനിങ്ങിലല്ല ഇതിന്റെ റിലേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലീഗൽ ഹെയർ ഓഫ് ചൈൽഡ് സീനിയർ സിറ്റിസൺ ഹു ഈസ് നോട്ട് എ മൈനർ ആൻഡ് ഈസ് ഇൻ എ പൊസിഷൻ ഓഫ് ഓർ വുഡ് ഇൻഹെറിറ്റ് ഹിസ് പ്രോപ്പർട്ടി ആഫ്റ്റർ ഹിസ് ഡെത്ത്. അദ്ദേഹത്തിന് വസ്തു ഉണ്ടായിരിക്കണം. ആ വസ്തു അദ്ദേഹത്തിന്റെ മരണശേഷം ആർക്കാണോ കിട്ടാൻ സാധ്യതയുള്ളത്, ഇൻഹെറിറ്റ് ചെയ്യാൻ, അതായത് പൈതൃകമായി പിന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം കിട്ടാൻ ആർക്കൊക്കെയാണോ സാധ്യതയുള്ളത്, അവകാശികളായിട്ട് വരുന്നത്, അവരാണ് ഇതിൽ റിലേറ്റ്. അപ്പൊ ഈ 2 വിഭാഗങ്ങളും, അതായത് നേരത്തെ പറഞ്ഞ ചിൽഡ്രൻ എന്ന് പറയുന്നപ്പെട്ട വിഭാഗത്തിലെ ആൾക്കാരും സീനിയർ സിറ്റിസൺ ആയ ആളുകളെ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ, ചെലവിനോട് സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട്. ആക്ടിന്റെ ഒരു പ്രത്യേകത. പിന്നെ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, 60 വയസ്സിന് മുകളിലുള്ള, 60 വയസ്സ് പൂർത്തിയായ 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ 125 പറയുന്ന CRPC 125 കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൽ പറയുന്ന മെയിൻ്റനൻസ് അല്ല ഇതിലെ മെയിൻ്റനൻസ്. ഇത് കുറച്ചും കൂടി വിശാലമായ അർത്ഥത്തിലാണ് ഇതിലെ മെയിൻ്റനൻസിനെ നിർവചിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ ചെലവിന് കൊടുക്കുക, ചെലവിന് കേസ് കൊടുക്കുക എന്ന് പറയുന്നത് പണം സംബന്ധിച്ചിട്ടുള്ള ഒരു നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ 125 പ്രകാരമുള്ള നിവൃത്തിക്ക് നമ്മൾ കോടതിയെ സമീപിക്കുമ്പോൾ കോടതിക്ക് കൊടുക്കാവുന്ന റെമഡി എന്ന് പറയുന്നത് അവർക്ക് ചെലവിനുള്ള ഒരു സംഖ്യ നിശ്ചയിച്ചുകൊണ്ട് ഒരു സംഖ്യക്ക് വിധി ഉണ്ടാകുക എന്നുള്ളതാണ്. പക്ഷെ ഈ സീനിയർ സിറ്റിസൺ ആക്ടിൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അതിൽ പ്രൊവിഷൻ ഫോർ ഫുഡ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ക്ലോത്തിങ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ റെസിഡൻസ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ മെഡിക്കൽ അറ്റൻഡൻസ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇതൊക്കെ പെടുന്നുണ്ട്. അപ്പോൾ ഇതിലെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വിശാലമായ ഒരു മേഖലയാണ്. അപ്പോൾ പ്രൊവിഷൻ ഫോർ റെസിഡൻസ്, പ്രൊവിഷൻ ഫോർ മെഡിക്കൽ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ഒരു സീനിയർ സിറ്റിസൺ, ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന് മക്കളില്ല, തനിച്ച് കഴിയാണ്, ഏക്കർ കണക്കിന് വസ്തുക്കളുണ്ട്, മനസ്സിലായില്ലേ? അദ്ദേഹം ഒരു വീട്ടിൽ കഴിയാണ്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയല്ലോ നിർവഹിച്ചിട്ട് പോകുന്നുണ്ട്. കാരണം സൗജന്യ റേഷൻ ഉണ്ട്, അപ്പൊ അരി കിട്ടും. വീട്ടിലാണെങ്കിൽ അത്യാവശ്യത്തിന് 2-3 തെങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ട്, തന്നെ കൂട്ടിക്കോളും. അപ്പൊ അതിൽ നിന്ന് അയാളെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒത്തു പോകും. പക്ഷെ അദ്ദേഹം ഒരു നിത്യ രോഗിയാണ്. അപ്പം ആ രോഗാവസ്ഥയിലുള്ള അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് നേടിയെടുക്കാൻ, അതായത് ഹോസ്പിറ്റലിൽ പോവുക, ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ വാങ്ങുക, ചികിത്സിക്കുക, ഇതിനൊന്നും യാതൊരു മാർഗവുമില്ല. ആകെയുള്ള മാർഗം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വസ്തു ആർക്കാണോ കിട്ടുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ അറ്റൻഡൻസ് ആണ്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വഴി എനിക്ക് എന്റെ ഈ ചികിത്സ, എന്റെ വസ്തു, ഞാൻ മരിച്ചാൽ എന്റെ വസ്തു ആർക്കാണോ കിട്ടുന്നത്, എന്റെ ഏട്ടന്റെ മോനെയാണ് കിട്ടാൻ സാധ്യത, അദ്ദേഹമാണ് അതിന്റെ അവകാശി, അവനിൽ നിന്ന് വാങ്ങിത്തരണം എന്ന് പറഞ്ഞ് മെയിൻ്റനൻസ് ട്രിബ്യൂണലിനെ സമീപിക്കാം. അതാണ് ഒരു മാർഗം.
പിന്നെ റെസിഡൻസ് എന്ന് പറയുന്നത് അവിടെയും ശ്രദ്ധിക്കുക. ഒരു വ്യക്തിക്ക് വസ്തുവുണ്ട്, 2 ഏക്കർ വസ്തു ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അതിൽ വീടൊന്നുമില്ല. ശ്രദ്ധിക്കാം. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ആ 2 ഏക്കർ വസ്തുവിനെ അവകാശികളായി മാറുന്നത് വേറൊരാള്, അദ്ദേഹത്തിന്റെ അനുജന്റെ മകൻ എന്ന് വിചാരിച്ചോളൂ. ഇദ്ദേഹത്തിന് താമസിക്കാൻ വീടില്ല. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം റെസിഡൻസിനുള്ള അവകാശമുണ്ട്. എവിടെങ്കിലും കയറി പാർക്കാനുള്ള അവകാശം. അത് ആര് പ്രൊവൈഡ് ചെയ്യണം? ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ആ വസ്തു കിട്ടാൻ സാധ്യതയുള്ള ആ മകൻ പ്രൊവൈഡ് ചെയ്യണം, ആ വ്യക്തി പ്രൊവൈഡ് ചെയ്യണം. അദ്ദേഹം ഇതിനെ സംരക്ഷിച്ച്, അതായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി താമസിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സംരക്ഷണ ചെലവ് അദ്ദേഹത്തിന് താമസിക്കാനുള്ള ചുറ്റുപാട് ഒരുക്കുന്നില്ല എങ്കിൽ ട്രിബ്യൂണലിനെ സമീപിച്ചുകൊണ്ട് അതിനുള്ള നിവൃത്തിക്ക് അദ്ദേഹത്തിന് അവകാശമുണ്ട്. അതാണ് മെയിൻ്റനൻസിന് കുറച്ചും കൂടി വിശാലമായ അർത്ഥം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ചെലവിനുള്ള സംഖ്യക്കും കൂടിയാണ്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചെലവിന് സംഖ്യക്ക് തന്നെ കൊടുക്കാം. ചെലവ് സംഖ്യക്കും ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഒരാൾക്ക് മാക്സിമം, അതായത് CRPC 125 ഞാൻ നേരത്തെ പറഞ്ഞു, ചെലവ് സംഖ്യക്ക് പരിധി ഇല്ല എന്ന് പറഞ്ഞു. ഇതിൽ ചെലവിന്റെ സംഖ്യക്ക് പരിധിയുണ്ട്. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. അതായത് കുടുംബ കോടതിയിലോ മജിസ്ട്രേറ്റ് കോടതിയിലോ CRPC 125 പ്രകാരം ചെലവിന് ഒരു പിതാവ് പോകുന്നുണ്ടെങ്കിൽ അവിടെ പരിധിയുണ്ട്. അല്ല, അവിടെ പരിധിയില്ല, കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ വലിയൊരു ഒരു 2 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന മകനാണെങ്കിൽ ആ പിതാവിന് എത്രയാണോ അദ്ദേഹത്തിന് മാന്യമായി ജീവിക്കാനുള്ള എമൗണ്ട് വേണ്ടത് എന്ന് കോടതി പരിശോധിച്ച് കോടതി അതിന്റെ ചെലവിന് സംഖ്യ വിധിക്കും. അതിന് പരിധിയില്ല. സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം നിങ്ങൾ ആ റെമഡി പ്രകാരം ഈ മെയിൻ്റനൻസ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിധിയുണ്ട്. പരിധി എന്ന് പറയുന്നത് മാക്സിമം 10,000 രൂപയാണ്. ഒന്നിക്കൽ മാക്സിമം 10,000 രൂപ, അല്ലെങ്കിൽ അതിൽ എതിർകക്ഷിയുടെ, അതായത് റെസ്പോണ്ടിന്റെ വരുമാനത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സായി കൗണ്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ ആയിരിക്കും അതിലെ മെയിൻ്റനൻസ്. മനസ്സിലായില്ലേ? അത് പോട്ടെ, അത് നിങ്ങൾ ഇപ്പം കൂടുതൽ അതിനെ കുറിച്ച് ആലോചിക്കണ്ട, അത് മനസ്സിലാക്കിയാൽ മതി. പരിധിയുണ്ട്, മാക്സിമം പരിധി 10,000 രൂപയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ നേരത്തെ 125 സെക്ഷൻ 125 പറഞ്ഞതുപോലെ തന്നെ ഈ മെയിൻ്റനൻസ് ട്രിബ്യൂണൽ പോയി സീനിയർ സിറ്റിസനെ നിവൃത്തി കിട്ടാനുള്ള അദ്ദേഹത്തിന്റെ എൻടൈറ്റിൽമെന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സ്വയം സംരക്ഷിക്കാനുള്ള, അദ്ദേഹത്തിന്റെ ജീവിത രീതിക്കനുസരിച്ച് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള വരുമാനം അദ്ദേഹത്തിന് ഇല്ലാതിരിക്കണം. ഇപ്പം ഒരു പെൻഷൻ വാങ്ങുന്ന ഒരു വ്യക്തിയാണെന്ന് കൂട്ടിക്കോളൂ. അദ്ദേഹത്തിന് പെൻഷൻ ഒരു 10,000 രൂപ വെച്ചിട്ട് പെൻഷൻ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് ജീവിക്കാനുള്ള സാഹചര്യം ആ പെൻഷനിൽ തന്നെ ധാരാളമായി കിട്ടും. അങ്ങനെയുള്ള വ്യക്തിക്ക് ചെലവിന് കിട്ടാൻ അർഹതയില്ല. അല്ലാത്തവർക്കൊക്കെ ഈ സീനിയർ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം, സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം എന്ത് ചെയ്യാം? മെയിൻ്റനൻസ് ട്രിബ്യൂണലിനെ സമീപിക്കാം. അവിടെ നിന്ന് നിവൃത്തി കിട്ടും. അപ്പോൾ ആർക്കൊക്കെയാണ് ഇതിന്റെ ബാധ്യത എന്ന് പറയുന്നത് ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇത് പാരന്റ്സിന് മക്കൾക്കെതിരെ കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ റിലേറ്റീവ്സിനെതിരെ, അതായത് മക്കളില്ലാത്ത സീനിയർ സിറ്റിസനെ കൊടുക്കാം. ഈ 2 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കാണ് സമീപിക്കാൻ പറ്റുക. പിന്നെ കൂടുതൽ മക്കളുണ്ടെങ്കിലോ, അതായത് ഒരാൾക്ക്, ഒരു സീനിയർ സിറ്റിസന് അല്ലെങ്കിൽ ഒരു പാരന്റിന് 4 മക്കളുണ്ടെന്ന് വിചാരിച്ചോളൂ. അത് അദ്ദേഹത്തിന്റെ ഓപ്ഷനാണ്. കേസ് കൊടുക്കാം. ഇപ്പൊ 4 മക്കളുണ്ട്. അപ്പൊ അദ്ദേഹം കേസ് കൊടുക്കാം. അദ്ദേഹം തോന്നിയാണ് എന്റെ മൂത്ത 3 മക്കൾക്കും ബാധ്യതയുണ്ട്, ഇളയ മോൻ തരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇളയ മോനെതിരെ കൊടുക്കാം. ഓപ്ഷനാണ്. ഇളയ മോനെതിരെ മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ 4 മക്കൾക്കെതിരെയും കൊടുക്കാം. പക്ഷെ ഈ ഇളയ മകനെ കേസ് കൊടുത്ത് റെസ്പോണ്ടന്റ് ആയി വന്നു കഴിഞ്ഞാൽ ഈ ഇളയ മകന് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് തോന്നിയാണ് ഇത് ഇത്രയും 4 മക്കൾ ഉണ്ടായിട്ടും എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ബാധ്യത വരിക, അവരും സംരക്ഷിക്കേണ്ടതല്ലേ എന്ന് ന്യായമായി അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ ഒരു ഹർജി ബോധിപ്പിക്കാം. മറ്റ് മക്കളെയും കൂടി കക്ഷി ചേർത്തുകൊണ്ട് അവരോടും ഈ ചെലവ് സംഖ്യയുടെ ബാധ്യത ഏറ്റെടുക്കാൻ വേണ്ടി, എല്ലാവർക്കും തുല്യമായി ബാധ്യത ഏറ്റെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അവിടെ ഇംപ്ലീഡിംഗ് പെറ്റീഷൻ കൊടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ മകനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം കേസ് കൊടുക്കുമ്പോൾ ഒരു പാരന്റ് ആയിക്കോട്ടെ, സീനിയർ സിറ്റിസൺ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് കൂടുതൽ മക്കളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിക്കെതിരെ കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാവരുടെയും പേരിൽ കൊടുക്കാം.
അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരേ ഒരു വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ രണ്ടിനോ പിന്നെ പരിമിതമായ ആർക്കെങ്കിലും എതിരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റു മക്കളെയും കൂടി അതിൽ കക്ഷി ചേർക്കാൻ വേണ്ടി അവർക്കും നടപടി സ്വീകരിക്കാം. പിന്നെ ഇദ്ദേഹത്തിന് അതായത് ഈ മക്കളില്ലാത്ത സീനിയർ സിറ്റിസന് വസ്തു ഉണ്ടാവണം, പ്രോപ്പർട്ടി ഉണ്ടാവണം. ആ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്ത് അദ്ദേഹത്തിന് കിട്ടാനുള്ള ഒരു സാധ്യത നിലനിൽക്കണം. ആ രണ്ട് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഇതെങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നുള്ളതും കൂടി നോക്കുക. അതായത് ഇതിലൊരു പ്രത്യേക ഫോം ഉണ്ട്. ഫോം നമ്പർ 1 എനിക്ക് തോന്നുന്നത്. ഒരു മിനിറ്റ്. ഫോം എ. അപ്പൊ ഫോം നമ്പർ എ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ റൂളിലൊരു ഫോം ഉണ്ട്. അത് വളരെ സിമ്പിളാണ് പരിപാടി. അതൊന്ന് പൂരിപ്പിച്ച് കൊടുക്കേ വേണം. അതായത് ഈ സീനിയർ സിറ്റിസൺ മെയിൻ്റനൻസ് ട്രിബ്യൂണലിലേക്ക് കേസ് കൊടുക്കാൻ അധികം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിലെ ഫോം എ പ്രിന്റ് എടുക്കുക, അതൊന്ന് ഫില്ലപ്പ് ചെയ്യുക, അതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പൂരിപ്പിക്കുക. അതായത് ഈ ഹർജിക്കാരന്റെ പേര്, റെസ്പോണ്ടന്റിന്റെ പേര്, റെസ്പോണ്ടന്റിന്റെ അഡ്രസ്സ്, ഇതൊക്കെ പൂരിപ്പിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം കാര്യങ്ങൾ, അത് വളരെ വളരെ ലളിതമായ ഒരു സംഗതി മാത്രമേ ഉള്ളൂ. അത് പ്രകാരം അവിടെ ആ ഫോം അവിടെ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫയലിംഗ് ആയി. പിന്നെ ഈ മെയിൻ്റനൻസ് ട്രിബ്യൂണൽ അതിന്റെ സ്റ്റാഫ് മെമ്പേഴ്സ് അത് പരിശോധിച്ച് നോക്കി ആ ഫോം ഫില്ലപ്പ് ചെയ്തതിൽ വേറെ ഡിഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കും, എതിർകക്ഷിയെ വിളിച്ചു വരുത്തും. എതിർകക്ഷി വന്നിട്ടില്ല എങ്കിൽ എക്സ് പാർട്ടിയായി വിധിയാവും. പിന്നെ എതിർകക്ഷിക്ക് അവിടെ ഹാജരായി കഴിഞ്ഞാൽ അവർക്കും എന്ത് ചെയ്യാം, അവരുടെ വാദങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബോധിപ്പിക്കാം എതിർകക്ഷിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ അച്ഛന് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് വാദം എടുക്കാം, അതല്ലെങ്കിൽ മറ്റു മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് വാദം അതിലെ കൊണ്ടുവരാം. ഇതൊക്കെയാണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്. മെയിൻ്റനൻസ് ട്രിബ്യൂണലിന്റെ വിധിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ എവിടെയും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഒരു ഓർഡർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, മെയിൻ്റനൻസ് ട്രിബ്യൂണൽ ഒരു ഓർഡർ പ്രഖ്യാപിച്ചു, അതായത് മാസം 10,000 രൂപ വെച്ച് മകൻ അച്ഛനെ ചെലവ് കൊടുക്കണം എന്നൊരു വിധി വന്നു. ആ വിധി എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്? ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആരും കൊടുക്കില്ല, പൈസ കൊടുക്കില്ല. ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഹർജി കൊടുക്കണം. അതും കൂടി ശ്രദ്ധിക്കുക. വിധിച്ചു എന്നുള്ളത് പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി, ഒരു അപ്ലിക്കേഷൻ ആ ട്രിബ്യൂണലിൽ തന്നെ കൊടുക്കണം. അപ്പൊ ട്രിബ്യൂണൽ അങ്ങനെ ഹർജി കൊടുത്തു കഴിഞ്ഞാൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യും? ഈ എതിർകക്ഷിക്ക് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി അവരോട് പറയും പൈസ കൊടുക്കും എന്ന് പറയും. പൈസ കൊടുക്കുന്നില്ലെങ്കിലോ അവർക്ക് വല്ല വസ്തുക്കളുണ്ടെങ്കിൽ, ഭൂസ്വത്തുക്കൾ ആ ഭൂസ്വത്തുക്കൾ ജപ്തി ചെയ്ത് വിൽപ്പന നടത്തി പൈസ ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കും. ഇനി ഭൂസ്വത്തുക്കൾ ജപ്തി ചെയ്ത് നടപടി സ്വീകരിക്കാൻ വേണ്ടി വാറണ്ട് ഇഷ്യൂ ചെയ്ത് വില്ലേജ് ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് വരികയാണ്, അങ്ങനെ ഭൂസ്വത്തുക്കളൊന്നും ഇല്ല എന്ന റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ ഉടനെ എന്ത് ചെയ്യും? അദ്ദേഹത്തിനെതിരെ വാറണ്ട് ഇഷ്യൂ ചെയ്യും, അറസ്റ്റ് വാറണ്ട്. അതായത് 1 മാസത്തെ ഡിഫാൾട്ടിന് അദ്ദേഹത്തെ 1 മാസത്തേക്ക് ജയിലിൽ അടക്കാനുള്ള വകുപ്പുണ്ട്. അതാണ് ഇതിന്റെ ഒരു റെമഡി. അതായത് സീനിയർ സിറ്റിസൺ ഒരു ഹർജി കൊടുത്ത് ചെലവിന് കൊടുക്കാൻ വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി അംഗീകരിക്കുന്നില്ല എങ്കിൽ, ആ വിധി പ്രകാരം മെയിൻ്റനൻസ് കൊടുക്കുന്നില്ല എങ്കിൽ അവരുടെ പേരുള്ള വസ്തു ജപ്തി ചെയ്ത് ആ സംഖ്യ ഈടാക്കിയിട്ട് സീനിയർ സിറ്റിസനെ കൊടുക്കും. ഇനി അങ്ങനെ വസ്തു ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ 1 മാസത്തേക്ക് ഒരു മാസത്തെ ഡിഫാൾട്ടിന് 1 മാസത്തെ തടവ്. അതാണ് അതിന്റെ ഒരു റെമഡി. പിന്നെ ഈ ഓർഡർ ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടും. അതായത് ഈ സംഖ്യക്ക് ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി പാർത്ത് വാങ്ങാൻ വേണ്ടി വേറെ പിന്നെ സ്റ്റാമ്പോ അല്ലെങ്കിൽ വേറെ ചെലവൊന്നുമില്ല. ഫ്രീ ഓഫ് കോസ്റ്റിൽ സീനിയർ സിറ്റിസന് ഇതിന്റെ കോപ്പി കിട്ടും. അതായത് പൈസ കിട്ടിയില്ല ഇല്ലെങ്കിൽ ആ സംഖ്യ ലാപ്സായി പോകും. അതായത് 3 മാസമാണ് പരിധി. 3 മാസത്തിനുള്ളിൽ ഈ ചെലവ് സംഖ്യ കിട്ടിയിട്ടില്ല എങ്കിൽ കൊടുക്കണം. അതായത് ഉദാഹരണം എന്ന് വെച്ചാൽ 15 മാസത്തേക്ക് 15 മാസത്തേക്ക് ചെലവിനൊന്നും തന്നിട്ടില്ല, അവിടെ ബാക്കിയായി. 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 15 മാസത്തേക്ക് ചെലവിനൊന്നും തന്നിട്ടില്ല, അവിടെ ബാക്കിയായി.
മാസവും അവിടെ വിധിക്ക് നിങ്ങൾ എക്സിക്യൂഷന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല. CRPC പറയുകയാണെങ്കിൽ പിന്നെ അവിടെ 1 year ആണ് പരിധി. ആ രണ്ടും തമ്മിൽ വ്യത്യാസം ആലോചിക്കുക. പിന്നെ ഈ വിധി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നടപ്പിലാക്കാം. അതായത് നിങ്ങൾക്ക് ഒരു വിധിയുടെ പകർപ്പ് കിട്ടി, സീനിയർ സിറ്റിസന് മകൻ സീനിയർ സിറ്റിസന് ചെലവിന് താമസിക്കുന്നത് മുംബൈയിലാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്താണെന്ന് വിചാരിച്ചോളൂ. ആ ജില്ലയിലുള്ള മൈന്റനൻസ് ട്രിബ്യൂണലിൽ ഈ ഇതിന്റെ പകർപ്പ് സഹിതം ഹർജി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ വിധി എക്സിക്യൂട്ട് ചെയ്യാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വിധി നടപ്പിലാക്കാം. ഏത് സ്ഥലത്താണോ ഈ മകൻ പോയി താമസിക്കുന്നത് ആ ജില്ലയിൽ പോയി ഈ വിധി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു ആക്ടിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോ CRPC 125 പറഞ്ഞു, സീനിയർ സിറ്റിസൺഷിപ്പ് സീനിയർ സിറ്റിസൺ ആക്ടും പറഞ്ഞു. ഇതിൽ ഏത് പ്രകാരം പോകണം അത് നിങ്ങളുടെ മുമ്പിലേക്ക് ചിലപ്പോൾ തർക്കം വരാം. അതായത് ഒരു ചിന്ത വരാം. ഒരു പാരന്റ് വന്ന് പറയാണ് മകൻ എനിക്ക് ചെലവിന് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഏത് മാർഗം സ്വീകരിക്കണം? മൈന്റനൻസ് ട്രിബ്യൂണലിൽ പോകണോ അതല്ല ഫാമിലി കോടതിയിൽ പോകണോ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഓപ്ഷനാണ്. രണ്ടും സ്വീകരിക്കാം, അത് ശ്രദ്ധിക്കുക. എവിടെ പോയി കഴിഞ്ഞാലും വിധി കിട്ടും. പക്ഷെ ഈ വഴിക്ക് പോകണോ ആ വഴിക്ക് പോകണോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ രൂപക്ക് മേലെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഫാമിലി കോടതി തന്നെ പോകണം. കാരണം അവിടെ പരിധിയില്ല. ഇവിടെയാണെങ്കിൽ പരിധിയുണ്ട്. അത് ഏതാണ് സൗകര്യം അതനുസരിച്ച് നീങ്ങും. പിന്നെ നേരത്തെ, അതായത് ഈ PLV മാർക്ക് നേരത്തെ ഈ ഇതിൽ ക്ലാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം സെക്ഷൻ 17 നിങ്ങൾ നേരത്തെ ക്ലാസ് എടുത്ത ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതായത് അഭിഭാഷകർക്ക് അവരെ ഹാജരാവാൻ അധികാരമില്ല എന്ന് പറഞ്ഞു. അതായത് സെക്ഷൻ 17 പറയുന്നത് ഒരാൾക്കും ലീഗൽ റെപ്രസെന്റേഷന് വേണ്ടി അവകാശമില്ല. അതായത് അഭിഭാഷകൻ മുഖേന ഹാജരായിട്ട് അവിടെ കേസ് നടത്താനുള്ള അവകാശം എടുത്തു കളഞ്ഞിരിക്കുന്നു ഈ ആക്ടിൽ, സെക്ഷൻ 17. അപ്പൊ സാധാരണ അതിൽ നമ്മൾ ഫാമിലി കോടതിയിൽ പോയാൽ അവിടെ അഭിഭാഷകൻ മുഖേന നിങ്ങൾക്ക് കേസ് നടത്താം. ഇനി അഭിഭാഷകന്റെ സ്വന്തമായിട്ട് കേസ് നടത്താൻ അഭിഭാഷകന് പിന്നെ വെക്കാനുള്ള ചുറ്റുപാട് ഇല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അഭിഭാഷകനെ വെച്ചു കൊടുക്കും. പക്ഷെ ഇതിൽ 17 ശ്രദ്ധിക്കണത്, PLV മാർ ശരിക്കും ശ്രദ്ധിക്കുക. സെക്ഷൻ 17 പറയുന്നത് അതായത് അഭിഭാഷകരെ വെച്ചുകൊണ്ട് കേസ് നടത്താനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തെ ഹനിക്കുന്നതാണ് സെക്ഷൻ 17. അതായത് ഒരാൾക്കും ലീഗൽ റെപ്രസെന്റേഷൻ വഴി കേസ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ക്ലാസ് എടുക്കുന്ന നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, ഈ ക്ലാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 17 വരെ അഭിഭാഷകരെ വെക്കാൻ അധികാരമില്ല. പക്ഷെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ആ നിയമത്തിൽ ചെറിയൊരു ഇന്റർവെൻഷൻ കോടതി നടത്തിയിട്ടുണ്ട്. അതായത് അടുത്ത കാലത്ത്, അതായത് 2021 വിധിയാണ്. ആ സുരേഷ് KG എന്ന് പറയുന്ന ഒരു കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ വകുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി കൊടുത്തു. അതായത് സെക്ഷൻ 17 പറയുന്ന അതൊരു അഭിഭാഷകൻ മുഖേന ഹാജരാവാൻ പാടില്ല എന്ന് പറയുന്ന ആ വകുപ്പ് അഡ്വക്കേറ്റ്സ് ആക്ടിലെ സെക്ഷൻ 30 എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാദം അവിടെ വന്നു. ആ വാദം കോടതി അംഗീകരിക്കുകയും ആ വിധിയിൽ, അതായത് പിന്നെ ഞാൻ പറഞ്ഞ സുരേഷ് KG കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിച്ചത് സെക്ഷൻ 17 സെക്ഷൻ 30 ഇത് രണ്ടും, അതായത് അഡ്വക്കേറ്റ് ആക്ടിലെ സെക്ഷൻ 30 ഇതിലെ സെക്ഷൻ 17 തമ്മിൽ തുലനം ചെയ്യുന്ന സമയത്ത് സെക്ഷൻ 17 പ്രസക്തിയില്ല, സെക്ഷൻ 17 മേലെ സെക്ഷൻ 30 കയറിയിരിക്കും എന്ന് പറഞ്ഞു. അതായത് സെക്ഷൻ 30 ഓഫ് അതായത് അഡ്വക്കേറ്റ് ആക്ടിലെ വകുപ്പ് 30 ഈ അഭിഭാഷകരെ വെക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ 17 ഫോഴ്സ് ഉണ്ടെന്നും അതിന്റെ മേലെ ഇത് വന്ന് ചേർന്ന് നിൽക്കുന്നു, അതായത് ഓവർ റൈഡിങ് ഫോഴ്സ് ഉണ്ടെന്നും കോടതി വിധിച്ചു. ഈ വിധിയോടുകൂടി സെക്ഷൻ 17 പ്രാധാന്യമില്ലാതായി മാറി. അത് ശ്രദ്ധിക്കാം. അപ്പോ സെക്ഷൻ 17 അതായത് ഈ അഡ്വക്കേറ്റ്സ് ആക്ടിലെ സെക്ഷൻ 30 നിരക്കുന്നതല്ല, അതുമായിട്ട് സമരസപ്പെട്ടു പോകുന്നതല്ല എന്ന് കോടതി വിധിക്കുകയും അതോടുകൂടി ആ വിധി വന്നതോടുകൂടി ഈ 17 അഭിഭാഷകരെ വെക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ വകുപ്പ് അപ്രസക്തമാവുകയും ചെയ്തു. ഇപ്പോൾ ആ വകുപ്പിന് യാതൊരു പ്രാധാന്യമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സീനിയർ സിറ്റിസൺ നിങ്ങളെ സമീപിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരന്റ് നിങ്ങളെ സമീപിച്ചിട്ട് ഈ ചെലവിന് കിട്ടുന്നില്ല, അല്ല മക്കള് സംരക്ഷിക്കുന്നില്ല
അതുകൊണ്ട് മെയിൻ്റനൻസ് ട്രിബ്യൂണലിലേക്ക് പോകണം എന്ന് പറഞ്ഞ് സമീപിച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോളൂ, നിങ്ങൾക്ക് അവിടെ അഭിഭാഷകനെ വെക്കാൻ അവകാശമില്ല എന്ന അഡ്വൈസ് ഇനി മുതൽ കൊടുക്കരുത്. അവരോട് പറയാം, നിങ്ങൾക്ക് സ്വന്തം കേസ് നടത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാം, അവിടെ നിന്ന് അഭിഭാഷകനെ വെച്ച് കൊടുക്കും എന്ന് നിങ്ങൾക്ക് ഉപദേശിക്കാം. കാരണം ഈ കേസിൽ, സുരേഷ് കെ ജി കേസിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കേസിൽ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അഭിഭാഷകനെ വെച്ച് കൊടുക്കണം. കാരണം പ്രത്യേകിച്ച് അവിടെ എവിഡൻസ് എടുക്കാൻ പറയുന്നുണ്ട്. എവിഡൻസ് ആക്ട് എടുക്കുന്ന സമയത്ത് അതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, ഏത് നിയമം ഫോളോ ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട് ഈ ആക്ടിൽ. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു നിയമം അറിയാത്ത ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, അതാണ് ഹൈക്കോടതി പറഞ്ഞത്, നിയമം അറിയാത്ത ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അക്ഷരാഭ്യാസമില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എങ്ങനെ കേസ് നടത്താനാണ്? കേസ് നടത്താൻ യാതൊരു നിർവാഹവുമില്ല. അതുകൊണ്ട് അഭിഭാഷകനെ വെക്കാനുള്ള ആ അവകാശത്തെ ഇല്ലാതാക്കാൻ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് ഈ അഡ്വക്കേറ്റ് ആക്ടിലെ വകുപ്പ് 30 ആ പവർ ഉപയോഗിച്ചുകൊണ്ട് അഭിഭാഷകനെ വെക്കാം എന്ന് ഹൈക്കോടതി പറഞ്ഞതുകൊണ്ട് ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട്, ലീഗൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിച്ചു കഴിഞ്ഞാൽ, TLSCയോ DLSCയോ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിഭാഷകരെ നിയമസഹായം തേടാവുന്നതാണ്. അതുകൂടി ശ്രദ്ധിക്കാം. പിന്നെ വേറെ കാര്യം, ഈ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൺ ആക്ടിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതില് ഭാര്യ എന്നോ ഭർത്താവ് എന്നുള്ള ഒരു പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ പറഞ്ഞതാരാണ്? ചിൽഡ്രൻ എന്ന് പറഞ്ഞു, പാരന്റ് എന്ന് പറഞ്ഞു, റിലേറ്റീവ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഭാര്യ ഭർത്താവ് എന്നുള്ള പേര് ഇതിലൂടെയും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ഈ ആക്ട് പ്രകാരമുള്ള നിവൃത്തിക്ക് അധികാരമില്ല. അപ്പോൾ ഏതെങ്കിലും പ്രായമുള്ള ഒരു ഭാര്യ വന്നിട്ട് എനിക്ക് ഭർത്താവിനെതിരെ കേസ് കൊടുക്കണം, അതായത് ഈ കലക്ടറേറ്റിൽ സീനിയർ സിറ്റിസന് അനുകൂലമായി വിധി പറയുന്ന ഒരു സ്ഥാപനമുണ്ടല്ലോ, മെയിൻ്റനൻസ് അവിടെ ട്രിബ്യൂണൽ ഉണ്ടല്ലോ, അവിടെ പോകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവിടെ നിങ്ങൾക്കുള്ള മേഖലയല്ല. കാരണം ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ആ വ്യത്യാസം കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലോ CRPC 125 പ്രകാരം തന്നെ കൈകാര്യം ചെയ്യണം. അവർക്ക് ഇവിടെ കാര്യമില്ല. ഇവിടെ കാര്യമുള്ളത് മക്കളും അച്ഛനും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, അല്ലെങ്കിൽ റിലേറ്റീവ്, ഞാൻ നേരത്തെ പറഞ്ഞ ലീഗൽ ഹെയർ ആയിട്ട് വരാൻ പോകുന്ന റിലേറ്റീവും അവരുടെ ചൈൽഡ്ലെസ് ആയ സീനിയർ സിറ്റിസൺ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് മാത്രമാണ്. ചെലവ് സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ടാണ് മൈനേഴ്സ് ട്രിബ്യൂണലിൽ വരിക. ഭാര്യ ഭർത്താവും തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ ഒരിക്കലും ആ ട്രിബ്യൂണലിൽ വരില്ല. അത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം മൈനേഴ്സ് ട്രിബ്യൂണലിൽ ഇല്ല. അതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മെയിൻ്റനൻസ് ട്രിബ്യൂണലിന്റെ അവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് വസ്തു സംബന്ധമായിട്ടുള്ള ചില തർക്കങ്ങളുണ്ട്. അതായത് എല്ലാ വസ്തു സംബന്ധമായ തർക്കങ്ങളല്ല, ചില തർക്കങ്ങൾ. അതിലെ സെക്ഷൻ 23-ൽ ഒരു പ്രത്യേക അധികാരം ആ ട്രിബ്യൂണലിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സീനിയർ സിറ്റിസൺ അദ്ദേഹത്തെ സംരക്ഷിക്കാമെന്ന ഒരു ധാരണയുടെ പുറത്ത് അദ്ദേഹത്തിന്റെ വസ്തു, അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി അദ്ദേഹത്തിന്റെ മകനോ മകൾക്കോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കൾക്കോ ദാനമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ ദാനത്തിലെ ഈ വ്യവസ്ഥ പിന്നീട് ലംഘിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് ഈ മെയിൻ്റനൻസ് ട്രിബ്യൂണലിനെ സമീപിക്കാം. ശ്രദ്ധിക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ രാമൻ എന്ന് പറയുന്ന ഒരു സീനിയർ സിറ്റിസൺ, അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, കുമാരൻ. അപ്പൊ രാമൻ കുമാരനെ എഴുതി കൊടുക്കുകയാണ്, വസ്തു ദാനമായി കൊടുക്കുകയാണ്. ആ ദാനം കൊടുക്കുന്ന സമയത്ത് രാമൻ പറയാണ്, ഞാൻ എന്നെ ആശ്രയത്തിലും കഴിയുന്ന നിന്നോടുള്ള വാത്സല്യം പ്രതിഫലമായി നിശ്ചയിച്ചുകൊണ്ട് എന്നൊക്കെ പറയും. അതിൽ പറയും, ഒരു വ്യവസ്ഥ വെക്കുകയാണ്, ഞാൻ ഈ വസ്തു നിനക്ക് ദാനമായി തരുന്നത് എന്റെ ജീവിതദശ മുഴുവൻ നീ എന്നെ നോക്കി സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള ഉറപ്പിന്മേലാണ് എന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് ഒരു ദാനം എഴുതിയാൽ, ആ ദാനാധാരത്തിൽ ഈ കണ്ടീഷൻ പിന്നീട് ഈ മകൻ വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ദാനാധാരം റദ്ദ് ചെയ്യാൻ വേണ്ടി മെയിൻ്റനൻസ് ട്രിബ്യൂണലിനെ സമീപിക്കാം. അത് ശ്രദ്ധിക്കാം. പലപ്പോഴും ചില മക്കൾക്ക് ഏർപ്പാടുണ്ട്, അച്ഛനമ്മമാരെയൊക്കെ പറഞ്ഞ് എങ്ങനെങ്കിലും വസ്തു കൈക്കലാക്കാൻ വേണ്ടി നോക്കും. അപ്പൊ പറയാന്ന് വെച്ചാൽ എന്താ, ഞാൻ നിങ്ങളെ നോക്കിക്കോളാം, സംരക്ഷിച്ചോളാം, ഞാനല്ലേ നിങ്ങളെ
നോക്കാനുള്ളത്, ഈ വസ്തു നിനക്കൊന്ന് എഴുതി തന്നേന്ന് പറയും. അപ്പോൾ ഈ വാക്ക് വിശ്വസിച്ചിട്ട് എഴുതി കൊടുക്കും. എഴുതി കൊടുത്ത് രേഖ കയ്യിൽ കിട്ടിയാലായിരിക്കും ഈ മകന്റെ തനിനിറം വെളിയിൽ വരിക. പിന്നെ പറയും പോയിട്ട് പണിയുടെ നോക്കുന്നു പറയും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ വേണം ഇങ്ങനെ ഒരു ഫോറം നിലവിലുണ്ട്, മൈനസ് ട്രിബ്യൂണലുണ്ട്. അപ്പൊ മൈനസ് ട്രിബ്യൂണൽ പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു ട്രാൻസ്ഫർ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടീഷൻസ് പറയാം. ഒന്ന്, ട്രാൻസ്ഫറർ, അതായത് എഴുതി കൊടുക്കുന്ന ആൾ ഒരു സീനിയർ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ ഈ ആക്ട് 2007 ആക്ട് ആണ്. ആ ആക്ട് നിലവിൽ വന്നതിന് ശേഷമായിരിക്കണം ഈ ട്രാൻസ്ഫർ നടന്നിരിക്കേണ്ടത്. അതായത് അതിന് മുന്നേ 2006 2005 നടന്ന ട്രാൻസാക്ഷന് ബാധകമല്ല. പിന്നെ ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഒരു ഗിഫ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗിഫ്റ്റ് അതായത് ദാനമായിരിക്കണം, അല്ലെങ്കിൽ ദാനത്തിന് സമാനമായ ഒരു ട്രാൻസ്ഫർ ആയിരിക്കണം, അല്ലെങ്കിൽ വിൽപ്പന പറ്റില്ല. അതായത് പൈസ സ്വീകരിച്ചുകൊണ്ട് ഒരു വിൽപ്പന നടത്തി കഴിഞ്ഞാൽ ആ സെയില് ഇതിന്റെ പരിധിയിൽപ്പെടില്ല. പിന്നെ ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ വേണം. ആ പ്രോപ്പർട്ടി ട്രാൻസാക്ഷനിൽ അത് ഗിഫ്റ്റിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കണം, അതായത് എന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്നൊരു വ്യവസ്ഥ അതിലുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള പിന്നെ അവസാനത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലംഘനം ഉണ്ടായിരിക്കണം. ഒന്നുകിൽ ഈ വ്യവസ്ഥയെ ലംഘിക്കുക, അതല്ലെങ്കിൽ അത് ആവശ്യപ്പെട്ടിട്ടും, അതായത് ചെലവിന് തരണം എന്ന് സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ആക്ട് പ്രകാരം മൈനസ് ട്രിബ്യൂണലിലേക്ക് പോകാം. മൈനസ് ട്രിബ്യൂണലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിയമം പറയുന്നത് ഇങ്ങനെ, അതായത് ഒരു വ്യവസ്ഥ വെച്ച്, അതായത് സംരക്ഷിച്ചു കൊള്ളാം എന്ന വ്യവസ്ഥ വെച്ചുകൊണ്ട് ഒരു ദാനാധാരം എഴുതി, പിന്നീട് ആ ദാനാധാരത്തിൽ ഈ വ്യവസ്ഥ ലംഘിച്ചാൽ മൈനസ് ട്രിബ്യൂണൽ ഒരു പ്രിസംപ്ഷൻ നടത്തണം. അതായത് എന്ത്, ആ ആധാരം ചെയ്തത് ഫ്രോഡ് ഉപയോഗിച്ചാണ്, വഞ്ചനയിലൂടെ നേടിയ ആധാരമാണ്, ചതിയിലൂടെ നേടിയ ആധാരമാണ് എന്ന പ്രിസംപ്ഷനിലേക്ക് എത്തിക്കൊണ്ട് ആ ആധാരം റദ്ദ് ചെയ്യാൻ അവകാശമുണ്ട്. ഇത് ശ്രദ്ധിക്കാം. ഇവിടെയും ഒരു കാര്യമുണ്ട്. ഇത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇടപാടാണെങ്കിൽ മൈനസ് ട്രിബ്യൂണലിന് അധികാരമില്ല. കാരണം ഈ ആക്ടിലെ സെക്ഷൻ 23 സീനിയർ സിറ്റിസൺ എന്നൊക്കെ പറയുന്നുണ്ട്. സീനിയർ സിറ്റിസൺ എന്നാൽ വാക്ക് ഉപയോഗിച്ചാലും കൂടി പിന്നീട് കേരള ഹൈക്കോടതി ഒരു വ്യാഖ്യാനം കൊടുത്തു. ഈ ആക്ടിന്റെ പരിധിയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവ്, അതായത് ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് വസ്തു സംരക്ഷിച്ചു കൊള്ളാമെന്ന ഒരു വ്യവസ്ഥ വരും. പിന്നീട് അത്തരം വ്യവസ്ഥയ്ക്ക് ലംഘനം വന്നാൽ ട്രിബ്യൂണലല്ല പോകേണ്ടത്, അവർക്കുള്ള വേദി എന്ന് പറയുന്നത് കുടുംബ കോടതിയാണ്. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കമാണെങ്കിൽ കുടുംബ കോടതിയെ സമീപിക്കാം, അല്ലാത്തവരാണെങ്കിൽ മൈനസ് ട്രിബ്യൂണലിനെ സമീപിക്കാം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അവിടെ ഒരു പീനൽ പ്രൊവിഷൻ ഉണ്ട് ഈ ആക്ടിൽ. അതായത് ആരെങ്കിലും അവരുടെ പാരന്റ്സിനെ സംരക്ഷിക്കാതെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള വകുപ്പുണ്ട്. 3 മാസമോ അല്ലെങ്കിൽ 5000 രൂപ വരെയാണ് അതിന് ഫൈൻ. അപ്പൊ നമ്മൾ പൊതുവെ ഈ കാണാം, റോഡ് സൈഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ആരും നോക്കാതെ കിടക്കുന്ന ഈ പ്രായമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കും ഉണ്ടാവും മക്കള്. ആ മക്കളെ സംബന്ധിച്ചിടത്തോളം അതായത് അവരെ സംരക്ഷിക്കാത്തതിന്റെ പേരിൽ ഇത് ഏതെങ്കിലും ഒരാൾ ഇതുപോലെ റോഡ് സൈഡിലോ റെയിൽവേ സ്റ്റേഷനിലോ പോയി കടന്നിട്ടുണ്ടെങ്കിൽ ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ കമ്മിറ്റിംഗ് ഒഫൻസ്. അവർ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാണ്. കാരണം അവരുടെ ബാധ്യതയാണ് സംരക്ഷിക്കുക എന്നുള്ളത്. അവർ അവരങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ ശിക്ഷിക്കാനുള്ള വകുപ്പുണ്ട്. അത് കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. പോലീസിന് നേരിട്ട് കേസെടുക്കാനുള്ള അധികാരമുണ്ട്. ആ കാര്യം കൂടി അത് ശ്രദ്ധിക്കുക. പിന്നെ വേറെ കാര്യം, ഞാൻ ഈ പ്രോപ്പർട്ടി ട്രാൻസാക്ഷനെ കുറിച്ച് പറഞ്ഞു. ഗിഫ്റ്റ്, അതായത് ദാനാധാരം കൊടുക്കുന്ന വകുപ്പ് വേണം എന്നുള്ളത്. ആ വകുപ്പ് ആധാരത്തിൽ നേരത്തെ ആധാരത്തിൽ വ്യക്തമായി എന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്ന വ്യവസ്ഥ വ്യക്തമായി എഴുതിയില്ലെങ്കിൽ കൂടി ട്രിബ്യൂണലിൽ കേസ് നിൽക്കും, ആധാരം റദ്ദ് ചെയ്യാം. കാരണം അവിടെ ഈ എഴുതി കൊടുക്കുന്ന സമയത്തുള്ള ഈ അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ സീനിയർ സിറ്റിസന്റെ ആരാണോ മതി എന്നുള്ള ഒരു 1-2 വിധി ഉണ്ടായിരുന്നു കേരള ഹൈക്കോടതിയുടെ. പിന്നീട് ആ വിധി ഈ അടുത്ത കാലത്തായി ഈ സുഭാഷിണി വേഴ്സസ് ഡിസ്ട്രിക്ട് കേസിൽ 2016 അത് അസ്ഥിരപ്പെട്ടുപോയി. അത്
ഫുൾ ബെഞ്ചിന്റെ വിധി എന്ന് പറയുന്നത് ഈ ആധാരത്തിൽ ആ വ്യവസ്ഥ പ്രതിപാദിക്കണം, വ്യക്തമായി പറഞ്ഞിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോ ആരെങ്കിലും ആധാരം എഴുതാൻ വേണ്ടി നിങ്ങളെ സമീപിച്ച് എനിക്ക് എന്റെ മോനെ ഗിഫ്റ്റ് എഴുതി കൊടുക്കാനുണ്ട്, വസ്തു ദാനം എന്നാണ് പറയുന്നത് എന്ന് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ പറയാ ആ വ്യവസ്ഥ ആധാരത്തിൽ ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടി പറയാ. ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിൽ ഈ മകൻ സംരക്ഷിക്കുന്നില്ല എങ്കിൽ ഇപ്പോഴുള്ള ഈ കോടതി വിധി പ്രകാരം മൈനേഴ്സ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ പറ്റില്ല. സമീപിച്ചാൽ തന്നെ വിധി കിട്ടില്ല. ഈ വിധി അവിടെ ഹാജരായി കഴിഞ്ഞാൽ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ആ കാര്യം കൂടി നോക്കുക. പിന്നെ ഒരു കാര്യം, ഈ മെയിൻ്റനൻസ് ആയി ബന്ധപ്പെട്ടത് ഞാൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസ്ഥയും കൂടി പറയാം. കാരണം നമ്മൾ ഇത്രയും 125 പറഞ്ഞു, സീനിയർ സിറ്റിസൺ ആക്ട് പറഞ്ഞു, അതെല്ലാം സെക്യുലർ നിയമങ്ങളാണ്. അവിടെ മതത്തിനോ ജാതിക്കോ ഒന്നും വേർതിരിവില്ല. എല്ലാവർക്കും സമീപിക്കാവുന്ന വ്യവസ്ഥകളാണ് അതിലുള്ളത്. പിന്നെ മുസ്ലിങ്ങൾക്കായി ചെലവിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു നിയമമുണ്ട്. മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് എന്ന് പറഞ്ഞിട്ട് 1986 നിയമമുണ്ട്. അതായത് ഒരു മുസ്ലിം സ്ത്രീയെ ആരെങ്കിലും മൊഴി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, അത് ഭർത്താവ് മൊഴി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, 125 പ്രകാരം അവർക്ക് കോടതിയെ സമീപിക്കാം, അതിന് നിയമപരമായി തടസ്സമില്ല. അതല്ലാതെ അവർക്കുള്ളൊരു നടപടിയാണ് ഈ മുസ്ലിം വുമൺ ആക്ടിൽ പറയുന്നത്, 1986 ആക്ട് പറയുന്നത്. ആ ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു മുസ്ലിം വുമണിനെ, ഒരു സ്ത്രീയെ, ആ സ്ത്രീയുടെ ഭർത്താവ് മൊഴി ചൊല്ലി ബന്ധം വേർപെടുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്ത്രീ കോടതിയെ സമീപിച്ച്, ഫാമിലിയെ കോടതിയെ സമീപിച്ച് ബന്ധം ഒഴിവാക്കിയതായുള്ള വിധി സമ്പാദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് ഒരു ലംസം എമൗണ്ട് നേടിയെടുക്കാൻ സാധിക്കും. മറ്റ് സെക്ഷൻ 125 പ്രകാരം മാസാന്തരമുള്ള വിധിയാണ് ഉണ്ടാവുക. ഓരോരോ മാസം 5000 കൊടുക്കണം, അല്ലെങ്കിൽ 6000 കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോരോ ലംസം എമൗണ്ട്, അതായത് ആ മൊഴി ചൊല്ലപ്പെട്ട സ്ത്രീക്ക് അവരുടെ ജീവിത അവസാനം വരെയുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു തുക കണക്കാക്കി ആ തുകക്കൊരു വിധി ഉണ്ടാവും. പക്ഷെ അതിനുള്ളൊരു ഘടകം എന്ന് പറയുന്നത് ആ സ്ത്രീ വിവാഹമുക്തിയായ ഒരു സ്ത്രീ ആയിരിക്കണം. 1. 2, ആ സ്ത്രീക്ക് വിവാഹമോചനം നൽകുന്ന സമയത്ത് ഈ ഭർത്താവ് ചെലവ് കിട്ടാനുള്ള ആ ഒരു പ്രൊവിഷൻ, അതിനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ഈ മുസ്ലിം വുമൺ ആക്ട് പ്രകാരം, 86 ആക്ട് പ്രകാരം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? റീസണബിൾ ആൻഡ് ഫയർ പ്രൊവിഷൻ ആൻഡ് മെയിൻ്റനൻസ് കിട്ടും. എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ജീവിത അവസാനം വരെയുള്ള വ്യത്യാസപ്പെട്ടു. അതായത് നല്ല ഹൈ പൊസിഷനിൽ ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവരുടെ സാമ്പത്തിക ശേഷിയും ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് ഹയർ എമൗണ്ട് ആയിരിക്കും വിധിക്കുക. അല്ലാതെ വളരെ കഷ്ടപ്പെട്ടും ദാരിദ്ര്യത്തിലും ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവും, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വരുമാനം വളരെ കുറവ്, അദ്ദേഹത്തിന് കാര്യപ്പെട്ട വരുമാനമൊന്നും ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വിധിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആളുകളുടെ, അതായത് ആ കേസിൽ ഉൾപ്പെട്ട ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിത നിലവാരങ്ങളും അവർ ജീവിച്ച സാഹചര്യങ്ങളും ആ ഭർത്താവിന്റെ സാമ്പത്തിക ചുറ്റുപാടും സ്ഥിതിവിശേഷങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ ഈ എമൗണ്ട് നിശ്ചയിക്കുക. പിന്നെ ഇതിലൊരു വ്യത്യാസം 25-ലും ഈ മുസ്ലിം വുമൺ ആക്ടിലും തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ മുസ്ലിം വുമൺ ആക്ടിൽ സ്ത്രീയുടെ വരുമാനം ഒരു ഘടകമേ അല്ല. അപ്പൊ സെക്ഷൻ 125 പറയുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ സ്ത്രീക്ക് അവരെ സംരക്ഷിക്കാനുള്ള വരുമാനം ഇല്ലാതിരിക്കണം. ഇവിടെ ആ ഒരു വ്യവസ്ഥയില്ല. അതായത് ഒരു ഡിസ്ട്രിക്ട് കളക്ടറാണ് സ്ത്രീ, അല്ലെങ്കിൽ ഒരു കോളേജ് അധ്യാപികയാണ് സ്ത്രീ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജീവനക്കാരിയാണ്. ആ സ്ത്രീയെ അവരുടെ ഭർത്താവ് വിവാഹമോചനം നടത്തിയാൽ ഈ സ്ത്രീയുടെ വരുമാനം നോക്കാതെ തന്നെ അതിൽ വിധി പ്രഖ്യാപിക്കാൻ പറ്റും. കാരണം സ്ത്രീയുടെ വരുമാനം ഒരു ഘടകമേ അല്ല. സ്ത്രീക്ക് വരുമാനം അത് മുസ്ലിം സ്ത്രീക്ക് വരുമാനം ഉണ്ടായാലും ഇല്ലെങ്കിലും ആ സ്ത്രീയെ വിവാഹമോചനം ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീയുടെ ജീവിതത്തിന്റെ അവസാനം വരേക്കുമുള്ള ജീവിത ചുറ്റുപാട് ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം വിവാഹമോചനം ഒരു മുസ്ലിം പുരുഷൻ നടത്താൻ. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ കോടതിയെ സമീപിക്കാം. പിന്നെ അതുപോലെ
വിധിക്കുന്ന സമയത്ത് എന്തൊക്കെ വിധി ഉണ്ടാവും? ഇവരെ ജീവിതാവസാനം വരെ കൊടുക്കാനുള്ള സംരക്ഷണ ചെലവിനൊരു വിധി ഉണ്ടാവും. 2 വയസ്സ് വരെയുള്ള പ്രായമുള്ള ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ സംരക്ഷണ ചെലവും ഈ വിധിയിൽ ഉൾപ്പെടും. പിന്നെ മഹറിന് തുല്യമായ ഒരു വിധി ഉണ്ടാവും. അതായത് മഹർ 3 പവൻ മഹർ നിശ്ചയിച്ചു. ആ മഹർ ഈ ഭർത്താവ് എടുത്ത് തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ആ മഹറിന് തുല്യമായ ഒരു സംഖ്യ കൊടുക്കാൻ പറയും. പിന്നെ എന്തെങ്കിലും ഒരു വസ്തു, വാല്യുബിൾസ് ഈ ഭർത്താവ് ഒന്നിച്ച് താമസിക്കുമ്പോൾ എടുത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കണക്കായ തുക തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. അതായത് വിവാഹ സമയം ഒരു 25 പവൻ ഭർത്താവ് ഭാര്യക്ക് വീട്ടുകാർ കൊടുത്തു. ഈ 25-ൽ 20 പവൻ ഭർത്താവ് എടുത്ത് പണയം വെച്ച് നശിപ്പിച്ചു നേരിച്ചു. ആ കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ 20 പവന് തുല്യമായ സംഖ്യ കൊടുക്കാൻ വിധി ഉണ്ടാവും. സെക്ഷൻ 125-ൽ ഇതുപോലുള്ള വകുപ്പുകളൊന്നുമില്ല, അതും കൂടി ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെയാണ് പിന്നെ ഈ ചെലവ് സംബന്ധിച്ച് ചുരുക്കി പറയാനുള്ളത്. പിന്നെ അതിൽ വേറെ കാര്യം, ഞാൻ മുസ്ലിംസിനെ കുറിച്ച് പറയുമ്പോൾ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956 എന്ന് പറഞ്ഞിട്ട് വേറൊരു നിയമമുണ്ട്. ആ നിയമത്തിൽ പറയുന്നത് ഈ ഒരു ഹിന്ദുയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾക്ക് ചെലവിന് കൊടുക്കാനുള്ള ബാധ്യതയാണ് പറയുന്നത്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സെക്ഷൻ 125-ൽ ഞാൻ പറഞ്ഞു 18 വയസ്സ് പൂർത്തിയാകുന്നത് വരേക്കും മാത്രമേ ചെലവിന് കൊടുക്കാൻ ബാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു. അതായത് ഒരു മകൾക്ക് 18 വയസ്സ് പൂർത്തിയാകുന്നവരേക്കുമാണ് ചെലവിന് കൊടുക്കാനുള്ള ബാധ്യതയുള്ളത്. പക്ഷേ ഈ ആക്ട് പ്രകാരം, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് പ്രകാരം ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ വിവാഹം കഴിയുന്നത് വരേക്കുമാണ്. അപ്പോൾ 125 ലിമിറ്റ് ചെയ്തിരിക്കുന്നത് 18 വയസ്സ് പൂർത്തിയാകുന്നവരേക്കാണ്, ആൺകുട്ടിയാലും പെൺകുട്ടിയാലും. അതൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ശാരീരികപരമായോ മാനസികപരമായോ വല്ല വൈകല്യങ്ങളും ഉണ്ടെങ്കിൽ, അവർക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ മൈനോറിറ്റി പീരീഡ് കഴിഞ്ഞിട്ടും പിന്നെയും അതായത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ വൈകല്യങ്ങളൊന്നും ഇല്ലാതെ, ശാരീരിക വൈകല്യങ്ങളും ഇല്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് പ്രകാരം ആ പെൺകുട്ടിയാണെങ്കിൽ വിവാഹം കഴിയുന്നത് വരേക്കും ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത ഈ ആക്ട് പ്രകാരമുണ്ട്. അപ്പോൾ 125 പ്രകാരം ഫാമിലി കോടതിയിൽ, അതായത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധി പ്രകാരമുള്ള സംഖ്യ 18 വയസ്സ് വരെ കിട്ടൂ. 18 വയസ്സ് കഴിഞ്ഞാൽ ഈ കുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ല എങ്കിൽ, കുട്ടിക്ക് ശാരീരികമായ വേറെ അസുഖങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് പ്രകാരം സെപ്പറേറ്റ് വേറെ കേസ് വീണ്ടും കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആക്ട് പ്രകാരം വിധി ഉണ്ടാവും. ഇതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ ഏകദേശം ചുരുക്കിയിട്ട് ഈ മെയിൻ്റനൻസ് സംബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഞാനിപ്പോൾ തൽക്കാലം ഇനിയിപ്പം വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇനി വേറെയും സബ്ജക്റ്റ് ഉണ്ട് പറയാം, പക്ഷെ ഇതെല്ലാം കൂടി മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവേണ്ട. അതുകൊണ്ട് ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ ഇന്ന് ചോദിക്കാം. അതുകൂടി നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിക്കും. സംശയം നിങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഉണ്ടോ? സരസ്വതി എന്താ ചോദിക്കാൻ നിൽക്കുന്നുണ്ടല്ലോ, ഡൗട്ട് ഉണ്ടോ? സംശയം സാറേ, എല്ലാം കൂടി കേട്ടിട്ട് കൺഫ്യൂഷൻ ആയോ മൊത്തം? പോയിട്ട് അല്ല കൺഫ്യൂഷൻ അല്ല സാറേ, നമുക്ക് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വർക്ക് തുടങ്ങുമ്പോഴായിരിക്കും സംശയം വരുന്നത്. ഇപ്പം ഓക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് വരുന്നത് നിങ്ങൾ ലീഗൽ സർവീസിലേക്ക് ഒന്ന് ഫോൺ ചെയ്താൽ മതി. അവിടെ സെക്ഷൻ ഓഫീസർ ഉണ്ട്, ദിനേശ് ഉണ്ട്. നിങ്ങളെ സംശയങ്ങളൊക്കെ ദിനേശ പറഞ്ഞു തരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ നിയമപുസ്തകങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, കാരണം ഞാനിപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇതൊന്നും ചിലപ്പോൾ മുഴുവൻ നിങ്ങളെ ഓർമ്മയിലൊന്നും തങ്ങി നിൽക്കണമെന്നൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ കേട്ട കാര്യം തന്നെ സംശയം ഉണ്ടാവും. നോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാലും ചിലതൊക്കെ നമ്മളെ മൈൻഡിൽ നിൽക്കില്ല. കാരണം നിയമം എന്ന് പറയുന്നത് അങ്ങനെയാണ്, പെട്ടെന്ന് മറന്നു. അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളൊന്ന് ലീഗൽ സർവീസിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവിടെയുള്ള ഓഫീസ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം ഉള്ള ഉപദേശം നിങ്ങൾക്ക് അപ്പം കിട്ടും കേട്ടോ. ഇത് എപ്പോഴാണ് സാറേ നമ്മളെ ഇപ്പൊ ഈ ക്ലിനിക്ക് നമുക്ക് തുടങ്ങുന്നതെല്ലാം? ക്ലിനിക്ക് നമ്മൾക്ക് തുടങ്ങാൻ ഇന്ന് ഈ പാൻഡമിക്കിന്റെ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ലെവലായിട്ടാകുമ്പോ നമുക്ക് തുടങ്ങാം. കാരണം തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡയറക്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഉടനെ തന്നെ ആരംഭിക്കാം കേട്ടോ. ഈ ഒരു ലോക്ക്ഡൌണിന്റെ ഒരു ഓക്കെ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. എന്റെ പേര് രജനി. സാർ, ഇപ്പൊ ഈ ജീവനാംശം കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ ഭാര്യക്ക്, ഡൈവോഴ്സ് ആയി കഴിഞ്ഞെങ്കില്?
അപ്പോൾ അവര് ആ ഭർത്താവ് ഒരു 2 മാസം കൊടുത്തു എന്ന് വിചാരിക്കാം. പിന്നെ ആ അവരെങ്ങോട്ടെങ്കിലും പോയി, അതായത് ഐ മീൻ നാട് വിട്ട് അങ്ങനെ പോയി എന്ന് വിചാരിക്കാം. ആ അപ്പൊ ആ അവസ്ഥയിൽ അവരെന്ത് ചെയ്യേണ്ടി വരും സർ, ആ ഭാര്യക്ക്? ആ ഭാര്യക്ക് ഇപ്പൊ ഭർത്താവ് നാട് വിട്ട് പോയിന്ന് വിചാരിച്ചോളൂ. ഒരു വിവരവും ഇല്ല എന്ന് ഒരു വിവരം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വിചാരിച്ചാലും അപ്പോഴും നിങ്ങൾക്ക് ആ കോടതിയെ സമീപിച്ച് ആ വിധി നടപ്പിലാക്കാൻ വേണ്ടി ഹർജി കൊടുക്കാം. മനസ്സിലായില്ലേ? നടപ്പിലാക്കാൻ ഹർജി കൊടുക്കാം. അപ്പൊ നടപ്പിലാക്കാൻ ഹർജി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഒരു CMB നമ്പർ ഇട്ട് ഹർജി സ്വീകരിച്ച് അവിടെ നിർത്തും. എന്നിട്ട് അദ്ദേഹത്തിന് നോട്ടീസ് ഇഷ്യൂ ചെയ്യും. അപ്പൊ നോട്ടീസ് നടക്കൂല, കാരണം ഇവനാടെ ഇല്ലല്ലോ. അപ്പൊ പോലീസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ പതിച്ച് നടത്തും. അദ്ദേഹം എവിടെയാണോ അവസാനം ലാസ്റ്റ് താമസിച്ചത് അവിടെ ചുമരിൽ ഒട്ടിച്ച് നടത്തും. അങ്ങനെ കോടതിക്ക് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നോട്ടീസ് സെർവ് ചെയ്തായി വാറണ്ട് ഇഷ്യൂ ചെയ്യും ജില്ലാ കളക്ടർക്ക്. അതായത് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി വല്ല വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഈടാക്കി എടുക്കാൻ വേണ്ടി. അപ്പൊ അദ്ദേഹത്തിന് വസ്തു ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അയാൾ നാട് വിട്ട് പോയാലും ആ വസ്തുവിനെതിരെ നീങ്ങാം. അപ്പൊ അദ്ദേഹത്തിന്റെ വസ്തു എന്ത് ചെയ്യും? വസ്തു ലേലം ചെയ്ത് വില്ലേജ് ഓഫീസർ ലേലം ചെയ്ത് ഈടാക്കി ആ പൈസ കോടതിയിലേക്ക് അടക്കും. അങ്ങനെ വസ്തു ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് വാറണ്ട് ഇഷ്യൂ ചെയ്യും. വാറണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ട് അവിടെ നിൽക്കും. പിന്നെ ഇദ്ദേഹം ഭൂലോകത്തെ എവിടെ ഉണ്ടാവും ജീവിച്ചിരിക്കുന്നെങ്കിലും പിടിച്ചു കൊണ്ടുവരാനുള്ള വകുപ്പാണ് വാറണ്ട്. നാട് വിട്ടു പോയാലും പോലീസ് അത് ചെയ്തോളും. പോലീസ് അദ്ദേഹത്തെ തേടി പിടിക്കും. അദ്ദേഹം ബോംബെയിലുണ്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ട് എന്നതിൽ വിവരം കിട്ടിക്കഴിഞ്ഞാൽ പോലീസിന് അതിന്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും. മനസ്സിലായില്ലേ? ഓക്കെ സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ സാറേ. ഇന്നത്തെ ക്ലാസിന്റേതല്ല, വേറൊരു സംശയം ചോദിച്ചോട്ടെ സാറേ. സാർ, ഇപ്പം കഴിഞ്ഞ ഒരു 4-5 ദിവസം മുമ്പേ രാത്രി ഒരു 10:00 ഒരാൾ വിളിക്കുന്നില്ലത് എന്റെ വീട്ടിൽ. ഞാൻ താമസിക്കുന്നിടത്ത് ഒരുപാട് ദൂരമില്ല ആള്. രാത്രി മദ്യപിച്ച്, അവരെ മോനാ വിളിക്കുന്നില്ലായിരുന്നു, മദ്യപിച്ച് കത്തിയെല്ലാം എടുത്ത് മക്കളെ നേരെയെല്ലാം പോകുന്നുണ്ട്. ഭയങ്കര പ്രശ്നം. അപ്പോഴാണ് രാത്രി അവര് വിളിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം, പോലീസിനെ വിളിക്കണം. കാരണം പോലീസ് വന്നാലെ പറ്റി എന്തെങ്കിലും അപകടം സംഭവിച്ച ശേഷം പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കെല്ലാം വിളിച്ചു. പോലീസ് പോയി, രാത്രി പോലീസ് പോയിട്ടുണ്ടാവും. പോലീസ് വന്നിട്ടുണ്ടായിന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അവരെ കണ്ടില്ല. പക്ഷെ നമുക്ക് ആ സമയത്ത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ വരുമ്പോ നമുക്ക് ഇടപെടാം സാറേ. പ്രാഥമികമായിട്ട് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം മകനാണോ? ആരാണ് ഈ കത്തിയെടുത്ത് വരുന്ന? മകൻ? മറ്റൊരു മകന്റെ നേരെയാ കത്തിയും കൊണ്ട് പോകുന്നില്ലത്. ഭയങ്കര പ്രശ്നമാണ് മദ്യപിച്ചു കഴിഞ്ഞാല്. പ്രായമില്ല ആള്, 65 വയസ്സ്. അതായത് ഈ മകനാണ് മദ്യപിച്ചു വരുന്നത് അല്ലേ? ഒരു 75 വയസ്സല്ല അങ്ങനെയുള്ള ആള്. നല്ല ഹെൽത്തിയാണ്. ഈ പ്രായമുള്ള ആളാണോ? പ്രായമുള്ള ആളാണ്. 75 വയസ്സിനെല്ലാം മേലെ വരും. പക്ഷെ ആള് നല്ല ആരോഗ്യം ഇല്ല ആളാണ്. പക്ഷെ ഇയാള് മദ്യപിച്ചു കഴിഞ്ഞാൽ മഹാമോശമാണ്. അപ്പൊ രാത്രി ആരും ഉറങ്ങാനൊന്നും പേടിയില്ല. കത്തിയെല്ലാം എടുത്ത് കുറെ മക്കളെല്ലാം ആൺമക്കളെല്ലാം 3-4 ആൺമക്കളെല്ലാം ഇല്ല വീട്. പക്ഷെ ഇവർക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവര് രാത്രി എന്നെ വിളിക്കുന്നുള്ളത്. പിന്നെ ഉള്ളത് പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ട് ഒരു കേസ് കൊടുപ്പിക്കാം, ആ വീട്ടിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കോടതിക്ക് അദ്ദേഹത്തെ വിലക്കാം. ആ വീട്ടിൽ കയറാൻ പാടില്ല എന്നിട്ട് ഉത്തരവിടാം. മനസ്സിലായില്ലേ? പിന്നെ ഉത്തരവിടാം. ആ സാഹചര്യം കോടതിയെ ബോധ്യപ്പെടുത്താൽ മതി. അവക്കാടാൻ പാടില്ല, അതായത് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറുന്നതിന് തടഞ്ഞുകൊണ്ട് കോടതിക്ക് ഉത്തരവിടാം. പിന്നെ എന്നിട്ടും അദ്ദേഹം വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ വേറെ നടപടിയെടുത്ത് അദ്ദേഹത്തിന് ശിക്ഷിക്കാം, അറസ്റ്റ് ചെയ്യാം, റിമാൻഡ് ചെയ്യാം. അതിനൊക്കെ അധികാരമുണ്ട്. അത് അല്ലാതെ കൗൺസിലിങ്ങോ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോ സാറേ? ഇപ്പൊ അതിൽ നിന്നും ഒരു മാറ്റം വരുത്തി അതിന് ഉണ്ടെങ്കിൽ നിങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റിയിലേക്ക് ഒരു ഹർജി തരാൻ പറയാ ആ സ്ത്രീയുടെ ഭാര്യ, പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയോട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മദ്യപനായ ആൾക്കാരെ നമ്മൾ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിച്ച് അദ്ദേഹത്തിന് വേണ്ടുന്ന കൗൺസിലിങ്ങോ എന്താണ് വേണ്ടി ഞങ്ങൾ നിർദ്ദേശിക്കും. ചിലപ്പോ സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇവിടെയുള്ള ഏതെങ്കിലും ജില്ലാ പിന്നെ ആശുപത്രിയിലെ സൈക്കാട്രിസ്റ്റിന്റെ റെഫർ ചെയ്യും. അദ്ദേഹത്തിന് വേണ്ടുന്ന പോലെ ട്രീറ്റ്മെന്റ് വേണമെന്ന് അങ്ങനെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കുക. എന്താണ് വെച്ചാൽ ചെയ്തു കൊടുക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾ ഹർജി വന്നാലും മതി. കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ എന്റെ അടുത്ത് വരുന്നത്. മുമ്പേ വരുന്നത് ഞാനൊരു പൊതുപ്രവർത്തകന്റെ നിലക്ക് വന്നോണ്ടിരുന്നേ. ഇപ്പൊ ഞാനൊരു വളണ്ടിയറും ആയല്ലോ. അപ്പൊ എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. ആയിക്കോട്ടെ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. ആർക്കെങ്കിലും വല്ലതും ഉണ്ടോ? സംശയം ഉണ്ടോ?
സർ ദിനേശാ. രാധികയാണ്. രാധിക. സാർ ഒരു ജീവനാംശവുമായി ബന്ധപ്പെട്ടൊരു കേസ്. അപ്പൊ അവർ രണ്ടും ഫാമിലി ഇഷ്യൂ ഉണ്ടായത് അവർ ജമാഅത്തിൽ പോയി തീരുമാനമായി അവർക്ക് 5 ലക്ഷം കൊടുക്കാനും പിന്നെ ചെലവിന് കൊടുക്കാനും. പക്ഷെ അതൊരു ലെറ്റർ പാഡിൽ മാത്രമാണ് എഴുതി വെച്ചത്. അത് ഒരു ആധികാരികമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ സർ? അതായത് ലെറ്റർ പാഡിൽ മാത്രം പോരാ, ശരിക്കും പറഞ്ഞാല്. ഓക്കെ. പോരാന്ന് പറഞ്ഞാല് അതിന് ഞാൻ അതിന്റെ നിയമം പറഞ്ഞുതരാം. അത് ലെറ്റർ പാഡിൽ എഴുതിയാൽ തീരെ നിയമപരമായിട്ട് വിലയില്ല എന്ന് പറയാൻ പറ്റൂല. പിന്നീട് കോടതിയിൽ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലെറ്റർ പാഡിലെ സാധനം മാത്രം ഹാജരായി കഴിഞ്ഞാൽ അത് കോടതിയിൽ അത് തെളിവിന് സ്വീകരിക്കണമെങ്കിൽ അവിടെ പിന്നെ നിങ്ങൾ അവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ പെനാൽറ്റി ഒക്കെ അടക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതായത് ഡിഫാൾട്ടായ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ 10 ഇരട്ടി കോടതിയിൽ കെട്ടിവെച്ചാലേ അത് പിന്നെ തെളിവ് സ്വീകരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത് എഗ്രിമെന്റ് എഴുതണം. നിങ്ങൾക്ക് വിവാഹമോചനം നടത്തിയെന്നും പിന്നെ ജീവനാംശം അല്ലേ? അതായത് നിങ്ങളെ എഗ്രിമെന്റ് എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം വേർപെടുത്തിയെന്നും അവരുടെ ജീവനാംശത്തിലേക്ക് ഇത്ര രൂപ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ എഗ്രിമെന്റ്. അതെ അതെ. അങ്ങനെയുള്ള എഗ്രിമെന്റ് ഇപ്പോഴത്തെ പുതിയ അമെന്റ്മെന്റ് പ്രകാരം 500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതണം. മനസ്സിലായില്ലേ? അതാണ് അതിന്റെ കറക്റ്റ് പ്രൊസീജിയർ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് ഒരു തർക്കം വരുമ്പോൾ കോടതിയിൽ ഈ അഗ്രിമെന്റ് ഹാജരാക്കുമ്പോൾ ആ തെളിവ് സ്വീകരിക്കൂ. ഇല്ല എങ്കിൽ അത് സ്വീകരിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഡിഫാൾട്ട്, അതായത് 500 രൂപ അടക്കുന്നതിന് ആ ഡിഫാൾട്ട് വന്നതിന്റെ 10 ഇരട്ടി തുക എമൗണ്ട് കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അഗ്രിമെന്റ് തെളിവായിട്ട് സ്വീകരിക്കില്ല. ഈ എഗ്രിമെന്റ് എത്ര വർഷത്തെ വാലിഡിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എഗ്രിമെന്റിന് വാലിഡിറ്റി ഒന്നുമില്ല. എത്ര കാലം വരെ നിങ്ങൾക്ക് എപ്പോഴാണോ തർക്കം വരുന്നത് അപ്പോഴൊക്കെ ഉപയോഗിക്കാം. ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമില്ല. പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു സാർ, നല്ല ക്ലാസ് ആയിരുന്നു, നല്ല മനസ്സിലാക്കാൻ പറ്റി. പിന്നെ സാർ അടുത്ത ക്ലാസ്സില് പിന്നെ പുരുഷ സംരക്ഷണത്തിനുള്ള ഇപ്പോഴുള്ള സ്ത്രീകൾക്കാണ് എല്ലാം വരുന്നത്. ഇത് കുറെ ആൾ എന്നോട് ചോദിച്ച സംശയത്തിന് ഞാൻ മറുപടി പറയാന്ന്. ഇത് പുരുഷന്മാർക്ക് എന്തെല്ലാം ആക്ട് ഉണ്ടെന്ന് പറയണം. പുരുഷന്മാർക്ക് ഇപ്പൊ പറഞ്ഞത് താജുദ്ദീൻ കേട്ടില്ലേ? പുരുഷന്മാർക്ക് സീനിയർ സിറ്റിസൺ പുരുഷനല്ലേ? അല്ല, സീനിയർ സിറ്റിസൺ അല്ല സാർ, മറ്റേ കുടുംബ പ്രശ്നത്തില് കൂടുതലും പ്രശ്നം പറഞ്ഞല്ലോ. അതിൽ പാരന്റ് എന്ന് പറഞ്ഞില്ലേ? പാരന്റില് സീനിയർ സിറ്റിസൺ ആൾക്കാരും വരും, പാരന്റ് എന്ന് പറഞ്ഞ രക്ഷിതാക്കന്മാർക്കും എല്ലാം വരും. മനസ്സിലായില്ലേ? ഇപ്പൊ അവിടെ ഒരു പുരുഷനെ മക്കളെ നോക്കുന്നില്ല എങ്കിൽ പോകാലോ, കോടതി പോവാം ഒക്കെ പറഞ്ഞില്ലേ? അതൊക്കെ സ്ത്രീക്ക് മാത്രമല്ലല്ലോ, പുരുഷന്മാർക്കൊക്കെ വരും. പാരന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞില്ലേ? ശ്രദ്ധിച്ചില്ലേ? അച്ഛൻ വരും, അമ്മ വരും, എല്ലാം ഉണ്ട്. അതൊരു സെക്യുലർ നിയമമാണ്, എല്ലാവർക്കും ബാധകമുണ്ട്. അത് മതമോ ജാതിയോ ഒന്നുമില്ല. സ്ത്രീക്കും പുരുഷനൊക്കെ കുടുംബ പ്രശ്നത്തിൽ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് പുരുഷന്മാരാണ്. ഈ മറ്റേ ചെറിയ 40 വയസ്സ് 35 വയസ്സെല്ലാം ഉള്ള ഇത് അതിന് കൂടുതലും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. പുരുഷന്മാർ കൂടെ കുറെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഈ കുടുംബ പ്രശ്നത്തില്. അപ്പൊ അതിനുള്ള ഒരു ആക്ട് എന്ന രീതിയിൽ ഒന്നും കാണുന്നില്ല. അതിനെന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ കുടുംബ കോടതിയിൽ പോവാ. ഇപ്പം ഭർത്താവിന് ഭാര്യ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ക്രൂവൽറ്റിയാണ്. അപ്പൊ ആ ക്രൂവൽറ്റി വരുന്നുണ്ടെങ്കിൽ അവർക്കും വിവാഹമോചനത്തിനുള്ള ഗ്രൗണ്ട് എവിടെയും വരുന്നുണ്ടെങ്കിൽ അങ്ങനെ സമീപിക്കാം. അതിനൊക്കെ വകുപ്പുണ്ട്. അതല്ലാതെ സാധാരണ സ്ത്രീകൾ ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ പോകാൻ പറ്റൂല എന്ന് മാത്രം. മനസ്സിലായില്ലേ? മറ്റേതെങ്കിലും നിയമപരമായി നിലനിൽക്കുന്ന തർക്കങ്ങളാണെങ്കിൽ അവർക്കൊക്കെ കോടതി സമീപിക്കാം. ഓക്കെ സാർ, ഓക്കെ സാർ. നല്ല ക്ലാസ് ആയിരുന്നു സാർ, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം. ഷെരീഫ് ഓക്കെ, നല്ല ക്ലാസ്സാ. ഓക്കെ ഓക്കെ. അപ്പൊ ശരി, ഇനി അടുത്ത ക്ലാസ്സിന് നമുക്ക് വീണ്ടും കാണാം. ഇനി സബ്ജക്ട് കുറെ കൂടി നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ട്. അപ്പൊ ഇതുപോലെ വീണ്ടും പറയാം. ഇനിയിപ്പോ ഞാൻ കുറച്ചുണ്ട്, ഇനി എല്ലാം കൂടി ഒന്നിച്ച് നിങ്ങൾ കേട്ടാ കൺഫ്യൂഷൻ ആവണ്ടെന്ന് ചിലപ്പോ നിർത്തുന്നത് കേട്ടാ. അപ്പൊ ശരി, ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ.